കണ്ണിക്കണ്ട നാസ്തികൻ വന്ന് ഹൈന്ദവ ആചാരങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കടന്നു പോകാൻ പറയാനുള്ള കരുത്ത സനാതന ധർമ്മികൾക്ക് വേണം. നാസ്തികനാണോ ഹിന്ദു ആചാരങ്ങളെ കുറിച്ച് പറയേണ്ടത്? ഒരു മൈക്ക് കിട്ടുകയും ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യം കൊണ്ട് പവിത്രമായ ഒരു ഇടത്ത് നിന്ന് നാരായണ ഗുരുദേവനോട് കൃതജ്ഞത കാണിച്ച നാസ്തികനല്ല ഷർട്ട് ഇടണോ വേണ്ടേ എന്ന് പറയേണ്ടത്. അത് പറയേണ്ടത് ഉപാസകന്മാരാ, തന്ത്രം പഠിച്ചവരാ, ഭാരതത്തിൽ ആചാര പരമ്പരയാണ്. ആ പരമ്പരയ്ക്ക് പകരമായി നാസ്തികൻ വന്ന ഈ സനാതന ധർമ്മത്തിന്റെ ആചാരങ്ങളെ കുറിച്ച് പറയാൻ ശാസ്ത്രബോധമില്ലാത്തവന് പറയാൻ അധികാരമില്ല. നടന്നുകൊണ്ടിരിക്കുന്ന മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന്റെ ഇന്നത്തെ ഈ വേദിയിലെ പ്രഥമ വ്യക്തിത്വം ശ്രീ ഗോപിനാഥൻ അവർകൾ ഈ ഒരു സംഗമം പ്രത്യക്ഷ ഈശ്വര ചൈതന്യമായ സൂര്യ ഭഗവാന്റെ പ്രാതിനിധ്യം ഈ വിളക്കിലേക്ക് ആവാഹിച്ചുകൊണ്ട് തൻ്റെ കർമ്മം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഉദ്ഘാടന കർമ്മം ചെയ്ത സംപൂജ്യനായ സ്വാമി യതീശ്വരാമൃത ചൈതന്യ അവർകൾ ഈ ഒരു സംഗമത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളായി ബന്ധുജനങ്ങളായി വന്നു ചേർന്ന എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് നമുക്ക് ആദർശ വ്യക്തിത്വമായി തീരുന്നത്, ഇതാണ് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള വിഷയം. ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് വിവിധങ്ങളായ രൂപങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ചിലരുടെ മനസ്സിൽ പീലിത്തിരുമുടി ചൂടിയ ഉണ്ണിക്കണ്ണനുണ്ട്. മറ്റു ചിലരുടെ മനസ്സിൽ വെണ്ണ തട്ട് തിന്നുന്ന ആ കണ്ണനുമുണ്ട്. മറ്റു ചിലരുടെ മനസ്സിൽ ആപദ്ബാന്ധവനായ ശ്രീകൃഷ്ണനുണ്ട്. ചിലരുടെ മനസ്സിലെങ്കിലും അർജുനന് സത്യമൂടുന്ന ഗീതാകാരനായ യോഗേശ്വരനായ കൃഷ്ണനുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ രൂപങ്ങളിലാണ്, ഭാവങ്ങളിലാണ് നാം കൃഷ്ണനെ മനസ്സിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ സനാതന ധർമ്മികളുടെ മനസ്സിൽ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ചിന്ത, ശ്രീകൃഷ്ണന്റെ പ്രായം എന്ന് പറയുന്നത് 13 വയസ്സ് പോലും തികയാത്ത ഒരു കുഞ്ഞ്. ശ്രീകൃഷ്ണന് വല്ല വളർച്ചയുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വളർച്ചയുമില്ല. 5500 വർഷങ്ങളൊക്കെ പഴക്കമുള്ള ആ മഹാനുഭാവന് ഇന്നും 13 വയസ്സ്. അതിലെത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും ഇഷ്ടം. ഒരു ഭാഗവത സപ്താഹ വേദിയിൽ 5-ാം ദിവസം ഒരമ്മ തിരക്കിട്ട് കൂടാണ് ഭാഗവതത്തിന്റെ അന്നത്തെ ആ ഒരു സഭയിലേക്ക്. എന്നെ വളരെ പരിചയമുണ്ടെങ്കിലും എന്നെ നോക്കാനോ ഒരു പുഞ്ചിരി പൊഴിക്കാനോ സമയമില്ലാതെ അമ്മ വേഗത്തിൽ നടന്നു നീങ്ങാണ്. അങ്ങനെ പോയാൽ ശരിയല്ലല്ലോ. ഞാൻ വിളിച്ചു, അമ്മ എവിടേക്കായി ഇത്ര തിരക്കിൽ? മോനെ സമയം വൈകി. അല്ല, വൈകിയപ്പോ എന്താ പ്രശ്നം? അല്ല, ഇപ്പോഴാണ് രാസലീലയെ കുറിച്ച് പറയണത്. പോണം. ആ അമ്മയുടെ പ്രായം എത്രയാണെന്നറിയോ? 68. 68 വയസ്സുള്ള അമ്മ ഇപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് 13 തികയാത്ത ആ കുഞ്ഞ് തൻ്റെ ഭക്തഭാവത്തിൽ തന്നെ ആരാധിക്കുന്ന തൻ്റെ സഹോദരിമാരോടൊപ്പം ഒരു തുള്ളിയിൽ നിന്ന് മഹാസാഗരം പോലെ പെയ്തിറങ്ങുന്ന ആ മുരളീഗാനം പൊഴിച്ചുള്ള മനോഹര ഗാത്ര ഭാവമുള്ള ആ ശ്രീകൃഷ്ണന്റെ നടനം കാണുവാനാണ്. നല്ലത് തന്നെ, കാണണം, കേൾക്കണം, ആനന്ദം അനുഭവിക്കണം. പക്ഷെ ആ പ്രായമാണോ അത്? ഈ രാസലീലയും നാട്യവും ലയനവും ഒക്കെ കുറച്ച് യൗവനമുള്ള കുട്ടികളൊക്കെ ഒന്ന് കേൾക്കട്ടെ. വയസ്സങ്ങ് മുന്നോട്ട് പോകുന്ന സമയത്ത്
ആ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പ്രേമ ഭാജനത്തെ ഒന്ന് മാറ്റിവെച്ച് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞു ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കാനുള്ള മനസ്സുണ്ടോ? ഉണ്ട്. എങ്കിൽ രാധാകൃഷ്ണനിൽ നിന്ന് കുറച്ചുയർന്ന് ഗീതാകൃഷ്ണനെ സ്വീകരിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ അമ്മ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ ഓട്ടം കണ്ടപ്പോ ചോദിക്കാൻ തോന്നിയില്ല. സത്യത്തിൽ രാധാകൃഷ്ണനിൽ നിന്ന് ഗീതാകൃഷ്ണനിലേക്ക് എത്തേണ്ട കാലം കഴിഞ്ഞു. ഭഗവത്ഗീത എന്ന സർവവേദ രഹസ്യത്തെ നമ്മുടെ മുന്നിൽ തന്ന ആ യോഗേശ്വരനായ ഭഗവാൻ ഇന്ന് നമ്മുടെ മനസ്സിലില്ല. സനാതന ധർമ്മത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള കണ്ണൻ ഇന്നും മണ്ണിലോടിക്കളിച്ച് മണ്ണുവാരി തീർന്ന കണ്ണനും അങ്ങനെയുള്ള കുട്ടിത്തമുള്ള കണ്ണനാണ്. അതും നല്ലത് തന്നെ. പക്ഷെ അത് മാത്രം മതിയോ? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ബഹുമുഖമായ കർമ്മങ്ങളിലൂടെ ലോകത്തിനു മുഴുവൻ ഈ സനാതന ധർമ്മത്തിന്റെ ശാശ്വത മൂല്യങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തി ജീവിതത്തിൽ കൊണ്ടു നടന്ന ആ മഹാനുഭാവൻ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ ഇനി എന്നാണ് കൃഷ്ണൻ ഈ സനാതന ധർമ്മത്തിന്റെ പ്രപിതാവായ ആ ആചാര്യൻ, കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്ന ആ ഗുരുശ്രേഷ്ഠൻ നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടാകുക? പ്രേമത്തിന്റെ ഭാജനം കൃഷ്ണൻ. അന്ന് പ്രേമത്തിന്റെ ഭാജനമായി മാത്രം കണ്ടാലും കുഴപ്പമില്ല. ആരെങ്കിലും ആരോടെങ്കിലുമൊക്കെ ഒന്നും മിണ്ടുന്നത് കണ്ടാൽ ഒന്ന് ഒരു പ്രത്യേക ചിരി ചിരിച്ചു പറയും, നീ കൃഷ്ണനല്ലേ എന്ന്. എന്താ അർത്ഥം? അർത്ഥം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. ഇങ്ങനെ ആക്കി തീർത്തു ഭഗവാനെ. ശരിക്കും ശ്രീകൃഷ്ണൻ എന്തിനാ ജനിച്ചത്? എന്തായിരുന്നു കൃഷ്ണന്റെ അവതാര ഉദ്ദേശം? ഏതൊരു സത്യത്തെ സാക്ഷാത്കരിക്കാനാണ് ആ ഗുരുശ്രേഷ്ഠൻ, ആ യോഗേശ്വരൻ എന്തിനാണ് ജനിച്ചത്? അതൊന്ന് അന്വേഷിക്കുകയാണ് കുറച്ചു സമയം നമ്മൾ. അതുകൊണ്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ശ്രീകൃഷ്ണന് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ 40 വയസ്സ് കഴിഞ്ഞ കൃഷ്ണനെ തൽക്കാലത്തേക്ക് മനസ്സിൽ വെക്കണം. കുട്ടിക്കാലത്തെ കൃഷ്ണനെയും മനസ്സിൽ വേണം. പക്ഷേ ശ്രീകൃഷ്ണന്റെ 100 വയസ്സ്, ഞാൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് കൃഷ്ണന് 100 എന്ന് പറഞ്ഞപ്പോൾ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് വന്ന് ചെവിയിൽ പറഞ്ഞു, 125 കേട്ടോ. ഓ ശരി, ഇനി 125 എന്ന് പറയാം. 100 സമം 120 എന്നൊരു അർത്ഥമുണ്ട്. 100 സമം 120. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ 120 വയസ്സിനപ്പുറമൊക്കെ ജീവിച്ചു എന്ന് പറഞ്ഞ മനസ്സിലാക്കുക. 100 വയസ്സ് അല്ലെങ്കിൽ വേദവിരുദ്ധമാണത്. ശതായു പുരുഷ എന്നാണ്. 100 മനുഷ്യന്റെ ആയുസ്. നമ്മൾ ഈ 84 ആകുമ്പോ നവതി എന്നൊക്കെ പറയാറില്ലേ? ആ കണക്കിൽ അങ്ങ് എടുത്താൽ മതി. 100 സമം 120. അത്രയും കാലം ജീവിച്ച ആ കൃഷ്ണന്റെ ജീവിതത്തിലേക്ക് നമുക്കൊരു പ്രദക്ഷിണം ചെയ്യണം. ആ കൃഷ്ണനെ നമുക്കൊന്ന് നോക്കിക്കാണണം. എങ്കിൽ എന്തിനാണ് കൃഷ്ണൻ ജനിച്ചത്? ശ്രീകൃഷ്ണൻ ജനിച്ച കാലഘട്ടം, ആ പശ്ചാത്തലം, അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം, അന്നത്തെ നിയമങ്ങളൊക്കെ മനസ്സിൽ വെച്ചു വേണം കൃഷ്ണനെ മനസ്സിലാക്കാൻ. നമ്മൾ ഏത് വ്യക്തിയുടെ ജീവചരിത്രം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ആ വ്യക്തി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടല്ലോ, ആ വ്യക്തി ജീവിച്ചിരുന്ന കാലത്തുള്ള നിയമങ്ങളുണ്ടല്ലോ, അന്നത്തെ സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുപാടുകളും ജീവിത രീതികളും ഒക്കെ നമ്മുടെ മനസ്സിൽ വന്നേ പറ്റൂ. എന്നാലേ കൃഷ്ണനെ മനസ്സിലാവും. സനാതന ധർമ്മം ഊർധ്വശ്വാസം വലിച്ച് നശിച്ച് നാമാവശേഷമാകാൻ പോയ ഒരു കാലത്താണ് കൃഷ്ണൻ ജനിച്ചത്. അങ്ങനെ ഒരു കാലത്ത് രാമനും ജനിച്ചു. സനാതന ധർമ്മത്തെ സംരക്ഷിക്കുക മാത്രമാണ് എല്ലാ അവതാരവരിഷ്ഠന്മാർ. അത് ഏതെങ്കിലുമൊക്കെ രൂപത്തിലോ ഭാവത്തിലോ ആയിരിക്കും. അത് ചിലപ്പോൾ കവിയാകാം, കലാകാരനാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ധീരനാകാം, ഒരു വീരനാകാം, വീരാംഗനയാകാം, നല്ല മാതൃഭാവത്തിലായിരിക്കാം. വ്യത്യസ്ത രൂപഭാവങ്ങളിൽ അവതാരങ്ങൾ ഉണ്ടാകാം. ആ കാലത്ത് കൃഷ്ണനായിരുന്നു. ഏത് കാലത്ത്?
ദ്വാപരം എന്ന് പറയുന്ന ആ യുഗത്തിന്റെ കാലം. ഏതു ദ്വാപരം? പുരാണ പ്രസിദ്ധമായ ലക്ഷങ്ങളുടെ കണക്കിലുള്ള ദ്വാപരത്തെ മാറ്റിവെക്കണം. പുരാണ പ്രസിദ്ധമായ ലക്ഷങ്ങളുടെ കണക്കുള്ള ത്രേതായുഗത്തെയും മാറ്റിവെക്കണം. ചരിത്രപരമായി 7000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ശ്രീരാമനും അതിനൊരു 1500 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ശ്രീകൃഷ്ണനും, അപ്പോൾ ഒരു 5100-200 വർഷം ആ കണക്കിൽ കൃഷ്ണനെയും, ഒരു 6500-700 വർഷം മുൻപ് ജീവിച്ച ശ്രീരാമനെയും മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠിക്കണം. പുരാണങ്ങളിലെ കഥ തൽക്കാലത്തേക്ക് മാറ്റിവെക്കൂ. എന്നിട്ട് ആ ജനിച്ച കാലം ഒന്ന് മനസ്സിലാക്കുക. എന്തായിരുന്നു ദ്വാപരം? ദ്വാപരം നല്ലപോലെ മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞുപോയ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാരതത്തെ കുറിച്ച് കൂടി നാം മനസ്സിലാക്കണം. 2004 മുതൽ 2014 വരെയുള്ള ഈ ഭാരതം എന്ന് പറയുന്ന വിശാല രാഷ്ട്രത്തിന്റെ ഉള്ളിൽ നടന്ന കൊള്ളരുതായ്മകളൊക്കെ മനസ്സിൽ വരുത്തണം. അകാല ചരമമടയാൻ പോയ ഒരു ഭാരതത്തെ 2014 മുൻപും ശേഷവുമുള്ള ഭാരതത്തെ നാം നല്ലപോലെ രാഷ്ട്രീയത്തിന്റെ തിമിരമില്ലെങ്കിൽ മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധി ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മുടെ മനസ്സിൽ സനാതന ധർമ്മം എന്ന ഈ ആത്മാവ്, സത്യം, സ്വത്വം, അതിൻ്റെ ആ ആത്മഭാവം ഉണ്ടെങ്കിൽ പറയുന്നത് മനസ്സിലാകും. അതുകൊണ്ട് ദ്വാപരം മനസ്സിലാക്കുമ്പോൾ 10 വർഷത്തെ ഭാരതം, 2004 മുതൽ 2014 വരെയുള്ള ഭാരതം, ആ ഭാരതം മനസ്സിൽ വെക്കുക. എന്നിട്ട് ദ്വാപരത്തെ മനസ്സിലാക്കുക. ദ്വാപരത്തെ മനസ്സിലാക്കുന്നതിന് മുൻപ് തൊട്ടു മുൻപത്തെ യുഗമായ ത്രേതായുഗത്തെയും മനസ്സിലാക്കണം. രാമന്റെ കാലവും മനസ്സിലാക്കണം. എന്താണ് രാമന്റെ കാലവും കൃഷ്ണന്റെ കാലവും തമ്മിലുള്ള വ്യത്യാസം? ഒരു 1000-1200 വർഷത്തെ കാലഗണനയുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ത്രേതായുഗം, ആ പേര് പോലെ തന്നെയാണ് ത്രേതാ ശബ്ദത്തിന് യാഗം, യജ്ഞം എന്നൊക്കെ അർത്ഥം. യാഗയജ്ഞങ്ങളിൽ കൊളുത്തുന്ന അഗ്നിയെ പറയുന്ന പേരാണ് ത്രേതാഗ്നി. അതുകൊണ്ട് കൂടുതൽ യാഗയജ്ഞങ്ങൾ നടന്നിരുന്ന കാലം, ജീവിതത്തിൽ എന്തും നേടുവാൻ യാഗവും യജ്ഞവും തപസ്സും സ്വാധ്യായവും മാത്രമുണ്ടായിരുന്ന കാലത്തിന്റെ പേരാണ് ത്രേതായുഗം. ത്രേത എന്ന് പറഞ്ഞാൽ യജ്ഞം, യാഗം. അതുകൊണ്ട് യാഗയജ്ഞ തപ സ്വാധ്യായങ്ങൾ മാത്രം കൈമുതൽ. ഏത് ലക്ഷ്യം നേടണോ ആ ലക്ഷ്യത്തിന് ഒന്നില്ലെങ്കിൽ തപസ്, അല്ലെങ്കിൽ സ്വാധ്യായം, അല്ലെങ്കിൽ യാഗം, യജ്ഞം. ദശരഥന് മക്കളില്ല. മക്കളില്ലെങ്കിൽ അന്നത്തെ കാലത്ത് പുത്രകാമേഷ്ടി എന്ന യാഗം ചെയ്യൂ, മക്കൾ ഉണ്ടാകും. അഥർവവേദ പ്രോക്തങ്ങളായിട്ടുള്ള, അഥർവവേദം പറയുന്ന ആ മന്ത്രങ്ങൾ ഉച്ചരിച്ച് ആ മന്ത്രത്തിലൂടെ ലഭ്യമായി, തപസ്സിലൂടെ ലഭ്യമായി, യജ്ഞത്തിലൂടെ ലഭ്യമായി രാമനെ അല്ലെങ്കിൽ ദാശരഥിമാരെ. മക്കളുണ്ടാകാൻ യാഗം. തന്റെ 100 മക്കളെയും പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ച കുശനാഭൻ ഒരു പുത്രന് വേണ്ടി രാമായണ കാലത്ത് ഒരു ആൺകുഞ്ഞിനെ വേണം. 100 പെൺമക്കളും വിവാഹം കഴിഞ്ഞു പോയി. അദ്ദേഹം അതിനെ കണ്ടെത്തിയ വഴി പുത്രകാമേഷ്ടി എന്ന യാഗമാണ്. ദശരഥൻ മാത്രമല്ല, നിരവധി പേർ പുത്രകാമേഷ്ടിയിലൂടെ ആൺമക്കളെ സ്വീകരിച്ചിട്ടുണ്ട്. ആ മകനാണ് വിശ്വാമിത്രന്റെ പിതാവായ ഗാധി. ഗാധീനന്ദനൻ എന്ന വിശ്വാമിത്രനെ വിളിക്കുക. ആ ധീമാന്റെ അച്ഛൻ പുത്രകാമേഷ്ടി യാഗത്തിലൂടെ ഉണ്ടായതാണ്. രാവണനും തന്റെ സഹോദരന്മാർക്കും കൂടുതൽ ശക്തി വേണം. അവരെന്താ തിരഞ്ഞെടുത്തത്? അവർ തിരഞ്ഞെടുത്ത വഴി തപസ്സാണ്. രാമലക്ഷ്മണന്മാരെ വധിക്കാൻ ഇന്ദ്രജിത്ത് തിരഞ്ഞെടുത്ത വഴി ഏതാണ്? നികുംഭിലയിൽ പോയി തപസ് ചെയ്യ, യാഗം ചെയ്യ. യാഗത്തിന്റെ പരിസമാപ്തിയിൽ ശക്തി സമ്പാദിച്ച് രാമലക്ഷ്മണന്മാരെ വധിക്കുക. ലോകമംഗളത്തിന് അന്ന് എന്താണ് വഴി?
വിശ്വാമിത്രൻ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ലോകത്തിന് കൂടുതൽ ഗുണം ലഭിക്കുന്ന ആ യാഗത്തെ സംരക്ഷിക്കാനാണ് രാമൻ പോയത്. അപ്പൊ ലോകമംഗളത്തിന് അന്നുണ്ടായിരുന്ന വിധി യാഗം, യജ്ഞം. ചുരുക്കി പറഞ്ഞാൽ ത്രേതായുഗം എന്ന് പറയുന്നത് മന്ത്രധ്വനികളുടെ, ആശ്രമവാദങ്ങളുടെ, കാഷായ വസ്ത്രധാരികളുടെ, അറിവിന്റെ വാതായനങ്ങൾ തുറന്നു വെച്ച് ലോകത്തിന് നന്മയുണ്ടാകാൻ തപം ചെയ്ത ഋഷീശ്വരന്മാരുടെ, അറിവിന്റെ വിജ്ഞാന സ്രോതസ്സുകൾ വരണ്ടുപോകാതെ അവരെ സംരക്ഷിക്കുക എന്ന കർത്തവ്യവുമായി ശ്രീരാമചന്ദ്രൻ ജനിച്ചു. ശ്രീരാമൻ എന്തിന് ജനിച്ചു? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. രാമൻ ജനിച്ചത് രാവണനെ കൊല്ലാനല്ല. ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളോട് അവതാരങ്ങളൊക്കെ കൊല്ലാനാണ് എന്ന് പറയരുത്. അരണ്യങ്ങളിൽ ആശ്രമം സ്ഥാപിച്ച് ശാന്തശീലരായി, അന്തർമുഖരായി. ഏതന്തർമുഖര്? വയലാറിന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമമനോഭിരാമ പുലിനോ പാന്തപ്രദേശങ്ങളിൽ ആര് അന്തർമുഖമീ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയ സാരം തേടി അലഞ്ഞു പണ്ടവരിലെ ചൈതന്യമെൻ ദർശനമെന്ന് വയലാർ വെറുതെ പറഞ്ഞതല്ല. എന്താ വയലാറെ നിങ്ങളുടെ ആദർശം, ആശയം, അസ്തിത്വം, അസ്മിത, ഉൾക്കാമ്പ്, അകക്കാമ്പ്, ചൈതന്യം, സ്വരൂപം എന്താ? വയലാറിന് ഒരു സംശയവുമില്ല. വയലാർ പറഞ്ഞത് ആ കാടിന്റെ ഉള്ളിൽ ആരണ്യാന്തര, ഒരു വലിയ കാട്, അതിന്റെ ഉള്ളിൽ ഗഹ്വരം, ഒരു ഗുഹ, ആ ഗുഹയ്ക്കുള്ളിൽ തപം ചെയ്ത ഋഷിമാരുണ്ടല്ലോ. അവരെന്തിന് തപം ചെയ്തു? സമ്പത്തുണ്ടാക്കാനല്ല, ധനാഗമനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ലോകമംഗളത്തിന്. മാത്രമല്ല അവരുടെ ഉള്ളിൽ നിരവധി ചോദ്യങ്ങൾ. ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു? ആ പ്രപഞ്ചം ഏതിൽ നിലനിൽക്കുന്നു? ആ പ്രപഞ്ചം എന്തിനാണ് ലയിക്കുന്നത്? പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞ അവരുണ്ടല്ലോ. അവരുടെ ആദർശമാണ്, ആശയമാണ് എൻ്റെ. ഇപ്പൊ കുറേശ്ശെ മനസ്സിലായി വരുന്നുണ്ട്. വയലാറ് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല, താമര വിരിയണം എന്നൊക്കെ പറഞ്ഞ ആളാന്നൊക്കെ ഇപ്പോഴാ മനസ്സിലായി വന്നത്. ഈ ഒന്നും ആലോചിക്കാതെ ജയ് വിളിച്ച് മാത്രം ശീലമുള്ളവന് വയലാറ് നമ്മുടെ ആളാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ വരികളുടെ അടിയിലേക്കൊക്കെ ഒന്ന് പോയി ഓരോ അക്ഷരത്തിനും ജീവൻ കൊടുത്ത് ഒരു മന്ത്രം ഉച്ചരിക്കുന്ന പവിത്രതയോടുകൂടി അക്ഷരങ്ങൾ വായിച്ചെടുത്തപ്പോഴാണ് വയലാറ് നമ്മുടെ ആളല്ല, അവരുടെ ആളാന്നൊക്കെ ഇപ്പൊ മനസ്സിലായി തുടങ്ങിയത്. ഇപ്പൊ വയലാറിനെ വിട്ടു. ഇപ്പൊ വയലാറില്ല കൂടെ. പലരെയും വിട്ടു, പലരും ഇല്ല കൂടെ. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് അരണ്യങ്ങളിൽ ആശ്രമം സ്ഥാപിച്ച് അന്തർമുഖരായി ധ്യാനനിഷ്ഠരായി ജീവിച്ച ആ കാവ്യവസ്ത്രധാരികളാണ് ഇവിടെ അറിവിന്റെ വാതായനം തുറന്നത്. അറിവിന്റെ വാതായനങ്ങൾ തുറന്ന ആ ഋഷിമാർ വിജ്ഞാന സ്രോതസ്സുകൾ വരണ്ടു പോകാതെ അവരെ സംരക്ഷിക്കണം. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞ ആ 4 വേദങ്ങൾ ലോകത്തിന് സർവർക്കും കൊടുത്ത അറിവിന്റെ വെളിച്ചം നൽകിയ ആ ഋഷിമാർ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അറിവ് നഷ്ടപ്പെടും, സനാതനധർമ്മം നശിക്കും. അതുകൊണ്ട് ആ ഋഷിമാരെ സംരക്ഷിക്കാൻ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന്റെ 10 വർഷം, മനസ്സിലാക്കണേ, ശ്രീരാമൻ വനവാസത്തിന് പോയിട്ട് ശീതളിമയുള്ള സുഖമുള്ള കാട്ടിൽ തന്റെ ഭാര്യയോടൊപ്പം സുഖിച്ച് ജീവിക്കാൻ പോയവനല്ല. മറിച്ചു പോയത് 10 വർഷം സർവ ആശ്രമങ്ങളിലും പോയി അവർ നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഈ യാഗ യജ്ഞ കർമ്മങ്ങൾക്ക് സഹായിയായി അവരെ നേരിടുന്ന അതിർത്തി കടന്നു വന്ന ആ ക്രൂരന്മാരായിട്ടുള്ള നിശാചരന്മാരെ 14,000 പേരെ ഒറ്റയടിക്ക് രാമനില്ലാതാക്കി. രാക്ഷസം വിമുക്തമാക്കി. എന്നിട്ട് ഈ ജ്ഞാന സ്രോതസ്സുകൾക്ക്, കാഷായ വസ്ത്രധാരികൾക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുത്തു രാമൻ. അല്ലാതെ ഇവിടേക്ക് വന്ന് ഈ ഭാരതത്തിന്റെ നെഞ്ചകം തകർക്കുന്നവരോട് ശ്രീരാമചന്ദ്രൻ ഒരിടത്തും പോയി അവരുമായി ചർച്ചയ്ക്കൊന്നും നിന്നില്ല.
രാമൻ ചെയ്തത് സർവ്വതിനെയും കൊന്നൊടുക്കി. മാവോയിസ്റ്റ് ആക്രമണകാരികളോട് ചർച്ചയില്ല, ഈ നാടിന്റെ നെഞ്ചകം തകർക്കുന്നവരോട് ചർച്ചയില്ല. അവരെ കൊല്ലുക എന്നതാണ് ശ്രീരാമചന്ദ്രൻ ചെയ്ത പ്രവൃത്തി. ആ പ്രവൃത്തിയാണ് ശ്രീരാമന്റെ ജന്മോദ്ദേശം. ആശ്രമങ്ങളെ, കാവ്യവസ്ത്രധാരികളെ, സന്യാസിമാരെ, അറിവിന്റെ വാതായനങ്ങൾ തുറന്ന ആ വിജ്ഞാന സ്രോതസ്സുകളെ ശ്രീരാമചന്ദ്രൻ രക്ഷിക്കുകയായിരുന്നു രാമന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ ഉദ്ദേശം. അതിന് ജീവിതത്തിന്റെ 10 വർഷം രാമൻ സമർപ്പിച്ചു. ഇതിനാരെ കുഴപ്പമുണ്ടാക്കിയത്? ശ്രീലങ്കയിൽ നിന്ന് പടയെടുത്ത് വന്ന ഒരുവൻ തന്റെ കൂട്ടാളികളെ മുഴുവൻ ഈ ഭാരതത്തിലേക്ക് കടത്തിവിട്ട് ഭാരതത്തിന്റെ ഉള്ളിൽ അന്തർചിത്രമുണ്ടാക്കി. അങ്ങനെയുള്ളവരെ അതിന്റെ മൂലകാരണത്തെ അതിർത്തി കടന്ന് ചെന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ശ്രീരാമചന്ദ്രൻ ചെന്ന് മൂലകാരണത്തെ വേരോടെ പിഴുതു കളഞ്ഞു. അപ്പൊ കൊല്ലുക എന്നത് സംരക്ഷണത്തിന്റെ ഭാഗമാണ്, വെറുതെ അങ്ങ് പോയി കൊന്നതല്ല. ഇതാണ് ശ്രീരാമചന്ദ്രന്റെ ജന്മോദ്ദേശം. പക്ഷെ ആ യുഗത്തിനൊരു ഗുണമുണ്ടായിരുന്നു. ആ യുഗം വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. ശ്രീരാമന് സത്യത്തിൽ സുഖമായിരുന്നു. ശ്രീരാമന്റെ ജന്മം നല്ല കൊട്ടാരത്തിൽ, അച്ഛൻ, അമ്മ, പരിചാരകർ, സുഖലോലുപത എല്ലാം രാമനുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന് രാമന് സുഖമായിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം നൽകുവാനായി പരിചാരകന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. 13 വയസ്സായപ്പോഴേക്കും രാമൻ വേദം പഠിച്ചു. പ്രത്യേകിച്ചും ക്ഷത്രിയന്റെ വീര്യമുള്ള ആ ധനുർവേദവും പഠിച്ച് വേഗത്തിലോടുന്ന വാഹനങ്ങൾ, അന്നുള്ള തേരും കുതിരയും ആനയും ഒക്കെ പഠിച്ച് സർവവിദ്യയുടെയും ഉടയോനായപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, രാമൻ താരുണ്യത്തിന്റെ തിരുനടയിലെത്തിയല്ലോ, രാമനൊരു വിവാഹം കഴിപ്പിക്കണ്ടേ എന്ന്. എല്ലാം പഠിച്ചവനെയാണ് വിവാഹം കഴിപ്പിച്ചതെന്ന് മറക്കരുത്. ഏതായാലും ശ്രീരാമന്റെ കാലത്ത് വലിയ പ്രശ്നങ്ങളില്ല. ആ കാലം വലിയ സംഘർഷങ്ങളില്ല. ആകെ 2 രാജ്യത്ത് 2 കുഴപ്പക്കാരേ ഉള്ളൂ. അവരെ ഒന്ന് ശരിയാക്കി എടുത്താൽ മതി. അതിനുള്ളവരെ ആ നാട്ടിൽ നിന്ന് രാമൻ കണ്ടെത്തി അവരിലൂടെ പണി തീർത്തു. രാമന് സുഖം. രാമന് പുതിയ ഒരു വ്യവസ്ഥയും സൃഷ്ടിക്കേണ്ടിയിരുന്നില്ല. ഉള്ള വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് ആ ഭരണഘടനയിലെ നിയമങ്ങളെ നല്ലപോലെ പഠിച്ച് അതിനുപയോഗിച്ചാൽ മതി. രാമൻ പുതിയ ഒരു അമെൻഡ്മെന്റ്സും വരുത്തിയില്ല. ഉള്ള ഭരണഘടനയെ സംരക്ഷിച്ച് ഉള്ളിലുള്ള നന്മകളെ കണ്ടെത്തി രാമൻ തന്റെ ഭരണം നടത്തി. അതുകൊണ്ട് പുതിയ ഒരു വ്യവസ്ഥയും രാമൻ സൃഷ്ടിച്ചില്ല. ഉള്ള വ്യവസ്ഥയെ നല്ലപോലെ രാമൻ സംരക്ഷിച്ചു. ഇനി കൃഷ്ണനെ മനസ്സിലാക്കും. രാമന് ഈ വിധത്തിൽ മനസ്സിലായെങ്കിൽ കൃഷ്ണനെ മനസ്സിലാക്കുക. കൃഷ്ണൻ ജനിച്ച കാലം സർവ പ്രശ്നങ്ങളുടെയും കാലമാണ്. രാമന്റെ പോലെ സുഖമായിരുന്നില്ല ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലം. അത് മൊത്തം സംഘർഷമായിരുന്നു. രാമന് കൊട്ടാരത്തിൽ സുഖമായിരുന്നു 13 വയസ്സ്. കൃഷ്ണൻ കൊട്ടാരത്തിലല്ല, കുടിലിലാണ് 13 വർഷം ജീവിച്ചത്. മൊത്തം സംഘർഷം. ഈ സംഘർഷം മനസ്സിലാക്കണമെങ്കിൽ ആ യുഗം മനസ്സിലാക്കണം. ദ്വാപരം എന്ന് പറയുന്നത് സർവ ആശയക്കുഴപ്പങ്ങളുടെയും ലോകമായിരുന്നു, കാലമായിരുന്നു. മൊത്തത്തിൽ ആശയക്കുഴപ്പമാണ്. തമ്മിത്തല്ലിന്റെയും പിടിച്ചടക്കലിന്റെയും കാലമായിരുന്നു ദ്വാപര യുഗത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. തെറ്റായ ജീവിതാചരണങ്ങളുടെ കാലമായിരുന്നു ദ്വാപരം എന്ന് പറയുന്ന കാലത്തിന്റെ പ്രത്യേകത. ധർമ്മതത്വം കൺമറഞ്ഞുപോയ കാലമായിരുന്നു ദ്വാപരത്തിൽ ഉണ്ടായിരുന്നത്. ആചരണ വൈകൃതത്തിന്റെയും ഉപഭോഗ ഭ്രാന്തിന്റെയും സ്വഭാവമുള്ള സമൂഹമായിരുന്നു അന്നത്തെ ആ ദ്വാപരത്തിൽ ഉണ്ടായിരുന്നത്. സമൂഹ ശരീരത്തെ മൊത്തത്തിൽ ബാധിച്ച മാറാരോഗം കൊണ്ട് ശരീരം വല്ലാതെ ആരോഗ്യം ക്ഷയിച്ച സ്ഥിതിയായിരുന്നു ദ്വാപരത്തിൽ ഉണ്ടായിരുന്ന ആ കാലം. അധികാരത്തിന്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് അവിവേകവും അന്യായവും മാത്രം കാണിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു ആ 10 വർഷം. മറക്കരുത്, അതായിരുന്നു ദ്വാപരത്തിലും ഉണ്ടായിരുന്നത്.
സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും നിലനിൽപ്പ് നോക്കാതെ വൈയക്തികമായ അഹങ്കാരങ്ങൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി സർവ കൊള്ളരുതായ്മയും ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു ദ്വാപരം എന്ന് പറയുന്ന കാലം. തപസ്സിലൂടെയും സാധനയിലൂടെയും കിട്ടിയ സിദ്ധികൾ മുഴുവൻ സമൂഹത്തിന്റെ ദ്രോഹത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന കാലമായിരുന്നു ഈ ദ്വാപരം എന്ന് പറയുന്ന കാലം. ഇത് തന്നെയായിരുന്നു 10 വർഷത്തെ ഭാരതവും. 2004 മുതൽ 14 വരെ ഈ പറഞ്ഞതിനോട് ചേർത്ത് വച്ച് അന്നത്തെ കാലത്തെ നാം മനസ്സിലാക്കണം. ഈ സമയത്താണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. സ്വാഭാവികമായിട്ടും ശ്രീകൃഷ്ണന്റെ കർമ്മ പരിപാടി എന്തായിരിക്കും? ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുക, അതിനുള്ള കരുത്തു നേടുക, അതിനു പറ്റി ആളുകളെ സംഘടിപ്പിക്കുക, അതിനുവേണ്ടി സമൂഹത്തിന്റെ വിശ്വാസമാർജിക്കുക, അതിനായി ജീവിതത്തെ സമർപ്പിക്കുക, അതിനനുസരിച്ച ഒരു മനസ്ഥിതി വളർത്തിയെടുക്കുക. വ്യവസ്ഥിതിയല്ല, മനസ്ഥിതി വളർത്തിയെടുക്കുക. അതിനുവേണ്ടി ശ്രീകൃഷ്ണന് മൊത്തത്തിൽ മാറ്റം വരുത്തേണ്ടിയിരുന്നു. അതുകൊണ്ട് രാമൻ ചെയ്തതുപോലെ ശ്രീകൃഷ്ണന് ന്യൂനതകൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റിയാൽ മാത്രം പോരായിരുന്നു. ശ്രീകൃഷ്ണന് മൊത്തത്തിൽ ന്യൂനത മാറ്റുകയല്ല, ഒരു നവീനത ഉണ്ടാക്കണമായിരുന്നു. നവമായൊരു ലോകത്തെ സൃഷ്ടിക്കണമായിരുന്നു. പോരാ, എന്തെങ്കിലുമൊക്കെ വിളക്കി ചേർത്ത് ഒപ്പിക്കാൻ അന്നത്തെ കാലത്ത് പറ്റില്ല. ശ്രീകൃഷ്ണന് മൊത്തത്തിൽ ഉടച്ചു വാർക്കണമായിരുന്നു. ഒരു റീകൺസ്ട്രക്ഷൻ, ഉള്ളതിനെ അടിച്ചു മാറ്റി പുതിയ ഒരു ലോകത്തെ സൃഷ്ടിക്കണമായിരുന്നു ശ്രീകൃഷ്ണന്. അതുകൊണ്ട് ആ കാലത്ത് രാമന്റെ കാലത്തെ പോലെ ഒരു മര്യാദാ പുരുഷോത്തമൻ മാത്രമല്ല അന്നത്തെ കാലത്ത് വേണ്ടത്, മറിച്ച് ഒരു യുഗവിധാതാവിനെയാണ് അന്നത്തെ കാലത്ത് ആവശ്യം. ഒരു യുഗത്തെ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു പൗരുഷശാലിയെ അന്നത്തെ കാലത്ത് ആവശ്യമുണ്ടായിരുന്നു. അതിനനുസരിച്ചായിരുന്നു ശ്രീകൃഷ്ണൻ തന്റെ കർമ്മപരിപാടികളൊക്കെ കണ്ടെത്തിയത്. സർവമേഖലയും മൂല്യച്യുതി വന്ന് നശിച്ച കാലം. യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറയാതിരിക്കുക ഭേദം. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സർവ മേഖലയിലും അഴിമതി. ആ ഭരണചക്രം തിരിക്കേണ്ടവരെല്ലാം അതിൽ മുങ്ങിക്കുളിച്ച കാലം. എന്ത് ചെയ്യുമ്പോഴും തനിക്കെന്ത് ലാഭമെന്ന് വിചാരിച്ച കാലം. ഇങ്ങനെ മൊത്തത്തിൽ മൂല്യച്യുതിയുള്ള ആ കാലം പോലെ തന്നെയായിരുന്നു കൃഷ്ണന്റെ കാലം. സർവ്വതും തകർന്നു തരിപ്പണമായി. ഏതൊക്കെ മേഖല? അന്നത്തെ കാലത്തെ ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് രാജഗുരുക്കന്മാരാണ്. രാജഗുരുക്കന്മാരെ നമ്മൾ മനസ്സിലാക്കണം. ഈ രാജാക്കന്മാർക്ക് ശരിയായ വിധത്തിൽ രാജ്യഭരണ കാര്യങ്ങളിൽ സംശയങ്ങൾ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് രാജാവിനെ ഉപദേശിച്ചിരുന്ന ഒരു വൃന്ദമുണ്ടായിരുന്നു. അവരെയാണ് നമ്മൾ കുലഗുരു, രാജഗുരു എന്ന് വിളിക്കുക. അവർ സർക്കാർ വേതനം പറ്റില്ല. സർക്കാരിന്റെ കൊടിവെച്ച കാറിന്റെ അകത്തിരുന്ന് യാത്ര ചെയ്യുന്നവരല്ല അവർ. സർക്കാരിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ആ 6 അക്ക ശമ്പളം അവർക്കില്ല. അവരെന്ത് ചെയ്യുമായിരുന്നു? കൊട്ടാരത്തിന്റെ സുഖലോലുപതയിലൊന്നും കണ്ണു മഞ്ഞളിക്കാതെ കൊട്ടാരത്തിൽ നിന്നും മാറി ചാണകം മെഴുകിയ കോലായിലിരുന്ന ധർമ്മരാഷ്ട്ര സൃഷ്ടിക്ക് വേണ്ടി രാജാവിനെ ഉപദേശിച്ചിരുന്നു അവർ. അവരായിരുന്നു അന്നത്തെ വസിഷ്ഠനെ പോലെ, ശതാനന്ദനെ പോലെ, നാരദനെ പോലെ, വിശ്വാമിത്രനെ പോലെയുള്ള ഈ തപസ്വികൾ, നിസ്വന്മാർ നിരവധി പേരായിരുന്നു. ആ കാലത്ത് ഉണ്ടായിരുന്ന ഈ രാജഗുരു എന്ന പദവി നശിച്ച് നാമാവശേഷമായി. ധർമ്മമൂർത്തികളുടെ സ്ഥാനത്ത് ഭോഗ തൽപരർ കയറിയിരുന്നു. സ്വന്തം കാര്യം സിന്ദാബാദ്. സ്വന്തം സ്ഥാനത്തിനും എന്തെങ്കിലുമൊക്കെ കിട്ടുവാൻ വേണ്ടി നാസ്തികനോടൊപ്പം ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് പറയുവാൻ മടി കാണിക്കില്ല. നാസ്തികൻ പറയുന്ന വാക്കുകൾ ഒരുമിച്ച് കേട്ടു ചൊല്ലുന്ന കാഷായ വസ്ത്രധാരിയും വളർന്നു വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ സർക്കാരിന്റെ സുഖവും വേതനവും പറ്റുന്ന ഒരു സമൂഹം വളർന്നു വന്നു. അത്തരക്കാരിൽ മുമ്പനായിരുന്നു ദ്രോണാചാര്യർ. അത്തരക്കാരിൽ മുമ്പനായിരുന്നു കൃപാചാര്യർ. ജന്മം കൊണ്ട് ബ്രഹ്മോപാസകർ, ജന്മം കൊണ്ട് വേദം പഠിച്ച് വൈദിക വൃത്തിയിൽ ജീവിക്കേണ്ട ആ ബ്രഹ്മോപാസകർ അതെല്ലാം മാറ്റിവെച്ച്
കർമ്മം കൊണ്ട് കൊട്ടാരത്തിൽ പോയി തമ്പുരാന്റെ മക്കളെ പയറ്റു പഠിപ്പിക്കാൻ വേണ്ടി അതിൽ നിന്ന് കിട്ടുന്ന വേതനവും സുഖവും നോക്കി മാത്രം ജീവിച്ച ഈ വിഭാഗം വളർന്നു വന്നതോടുകൂടി രാജഗുരു വഴിതെറ്റി നശിച്ച നാമാവശേഷമായി ഒന്നാമത്തെ രംഗം. സ്വാഭാവികമായും രാജഗുരു വഴിതെറ്റിയാൽ ആര് വഴിതെറ്റും? രാജാവ് വഴിതെറ്റുമെന്നത് ഉറപ്പ്. ഭരണ നേതൃത്വത്തിലുള്ള സർവരും വഴിതെറ്റിയ കാലം. ഉണ്ടായ രാജാക്കന്മാരുടെ സ്ഥിതി മനസ്സിലാക്കുക. ഒന്നാമത്തെ ആള് ഹസ്തിനപുരത്തിലെ രാജാവായ ദുഷ്യന്തനാണ്. ഏത് ദുഷ്യന്തൻ? ശകുന്തളയുടെ ആ ദുഷ്യന്തൻ. ഏത് ശകുന്തള? നമ്മൾ ഏത് ശകുന്തളയെയാ പഠിച്ചത്? കണ്വാശ്രമത്തിലെ എട്ടും പൊട്ടും തിരിയാത്ത ആ ശകുന്തള നമ്മുടെ മനസ്സിൽ തന്നത് കാളിദാസനാണ്. കാളിദാസൻ ചൊല്ലിത്തന്ന ശകുന്തളയെയും കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ശകുന്തള എന്ന് പറഞ്ഞാൽ ലോകമറിയാത്ത പാവം പിടിച്ച ഒരു പെൺകുട്ടി. എല്ലാവരും ശകുന്തളയെ പോലെ ആകണം എന്നുള്ളൊരു ധ്വനിയും. എന്നാൽ വ്യാസഭഗവാൻ നമുക്ക് സമ്മാനിച്ച ആ ഭാരത ഭാഗീരഥി എന്ന് പറയുന്ന ആ ഗംഗാപ്രവാഹം എന്ന് പറയുന്ന മഹാഭാരതം ഒരിക്കലെങ്കിലും ഒന്ന് എടുത്തൊന്നും മറച്ചു നോക്കൂ. അതിൽ വ്യാസൻ മുന്നിൽ വെച്ച ശകുന്തളയുണ്ട്. സിംഹികയാണ് ശകുന്തള. കരുത്തും തന്റേടവും ലോകവിവരവും ധാർമ്മിക മൂല്യങ്ങളെ സംരക്ഷിച്ച് നുണ പറയുന്നവന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരുവനെ എനിക്ക് ഭർത്താവായി വേണ്ട എന്ന് പറയാൻ ധൈര്യമുള്ള പെൺകുട്ടി. തോഴിമാരോടും കൂട്ടുകാരോടും കൂടിപ്പോയവളല്ല, ഒറ്റയ്ക്ക് പോയവളാണ് രാജകൊട്ടാരത്തിൽ. ആ ശകുന്തളയെ മനസ്സിൽ വെക്കണം. കാളിദാസന്റെ ശകുന്തള കാളിദാസൻ എഴുതുന്ന കാലത്ത് രാജാക്കന്മാരെ വിമർശിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അതിന്റെ മധുരം ചേർത്ത് കാളിദാസൻ അവതരിപ്പിച്ചു. നല്ലത് തന്നെ, അതിലൊന്നും ദോഷം കാണണ്ട. പക്ഷെ നമ്മുടെ ശകുന്തള വ്യാസൻ തന്ന ശകുന്തളയാണ്. ആ ശകുന്തളയെ കുട്ടികളെയൊക്കെ ഒന്ന് പഠിപ്പിക്കൂ. ഒരു അബദ്ധം പറ്റി, അതിന്റെ പേരിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കരഞ്ഞൊട്ടി നിന്ന പെൺകുട്ടി ഒന്നുമല്ല. അതിനെ നേരിടാനുള്ള കരുത്തവൾക്കുണ്ട്. ആ കരുത്തുമായിട്ടാണ് അവൾ ഹസ്തിനപുരത്തിന്റെ ആ കൊട്ടാരത്തിൽ ചെന്നത്. ഗന്ധർവ വിധിപ്രകാരം തന്നെ വിവാഹം കഴിച്ച് തനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച ആ ദുഷ്യന്തന്റെ അടുത്ത് ചെന്ന് ഇതാ അങ്ങയുടെ പുത്രൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഓർമ്മയുണ്ടായിട്ടും ഓർമ്മയില്ലാതെയല്ലേ? അങ്ങനെയാ നമ്മൾ ബാലരമയിൽ വായിച്ചിട്ടുള്ളത്. അങ്ങനെയാ നമ്മൾ ബാലമംഗളത്തിലും സീരിയലിലും കഥകളിലും നോവലുകളിലും ബാലയും നാടകത്തിലൊക്കെ പഠിച്ച് ഹിന്ദു ധർമ്മശാസ്ത്രം പഠിച്ചുവെന്ന് അഭിമാനിക്കരുത് ദയവ് ചെയ്ത്. ഓർമ്മയുണ്ടായിട്ടും മഹാരാജാവായിട്ടുള്ള ദുഷ്യന്തൻ എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സത്യാനപ്രമദിതവ്യം എന്ന വൈദിക വാണിയം മറന്നു. സത്യത്തെ സംരക്ഷിക്കേണ്ട, പാലിക്കേണ്ട വൈദിക ആചരണങ്ങളെയും മന്ത്രങ്ങളെയും സംരക്ഷിക്കേണ്ട രാജാവ് മനസാക്ഷിയെ മരവിപ്പിച്ചുകൊണ്ട് ആദ്യമായി കള്ളം പറഞ്ഞു. രാജാവ് കള്ളം പറഞ്ഞാൽ പ്രജകൾ കള്ളങ്ങളുടെ ഒരു വലിയ കൂമ്പാരം ഉണ്ടാകും. ഭരണാധികാരി നുണ പറയരുത്. ഭരണാധികാരി നുണ പറയരുത്. ഭരണാധികാരി നുണ പറഞ്ഞാൽ ധർമ്മം നശിച്ചു, സനാതന ധർമ്മം നശിച്ചു. അതുകൊണ്ട് നമ്മൾ ചിലരെയൊക്കെ നോക്കി പറയുന്നത് ഇവരൊക്കെ ഭരിച്ചാൽ ഈ ധർമ്മം നശിക്കും. സനാതന മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നുണ പറയരുതെന്നാണ്. സത്യാനപ്രമദിതവ്യം, സത്യം, അതിലാണ് ലോകം നിലനിൽക്കുന്നത്. അതിനെ നശിപ്പിച്ച ഒന്നാമത്തെ രാജാവ് കുലഗുരു രാജഗുരു വഴിതെറ്റിയപ്പോൾ ഭോഗതൽപരർ ഭരണാധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ കയറിയിരുന്നപ്പോൾ രാജ്യഭരണത്തിന്റെ മുന്നിൽ നിന്ന് ആ മുഖ്യനും വഴിതെറ്റി. രണ്ടാമത്തെ രാജാവ് കംസനാണ്, മധുരാധിപതി. നിലവിലുണ്ടായിരുന്ന യാദവന്മാരുടെ പാരമ്പര്യത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞ സ്വന്തം അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിലടച്ച് ആ പടികയറി സിംഹാസനത്തിലിരുന്ന സ്വേച്ഛാധിപതിയാണ് മധുരാധിപതിയായ കംസൻ.
ആ കംസനെ നമ്മളാരും പിന്നെ മാതൃകയാക്കിയിട്ടില്ല. പക്ഷെ കംസനെ മാതൃകയാക്കിയവരുണ്ട്. അവരാണ് മുഗള ഭരണം നോക്കിയാൽ എല്ലാവരും സ്വന്തം അച്ഛനെ കാരാഗൃഹത്തിൽ അടച്ച് മകൻ രാജ്യഭരണം, ആ മകനെ അദ്ദേഹത്തിന്റെ മകൻ കൊന്ന് തരിപ്പണമാക്കി അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ അടച്ച് പട്ടിണിക്കിട്ട് ആ മകൻ കാരാഗൃഹത്തിൽ സുഖിക്കാൻ വേണ്ടി ചെയ്ത ഓരോ പ്രവൃത്തിയും മുഗള ഭരണം നോക്കിയാൽ അച്ഛനെയും അപ്പൂപ്പനെയും മക്കളെയും അമ്മാവനെയും ഒക്കെ കൊന്ന് കാരാഗൃഹത്തിലടച്ച് രാജ്യസുഖം ആഗ്രഹിച്ച ആ ഭരണമുണ്ട്. മിക്കവാറും കംസൻ അവരുടെ നേതാവാകാനാ സാധ്യത. അവര് മാത്രമേ കംസനെ ഇതുവരെ അനുകരിച്ചിട്ടുള്ളൂ. ഭാരതം അനുകരിച്ചിട്ടില്ല. നല്ല മാതൃകയല്ലാത്തതുകൊണ്ട് സുഖിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നും ഭാരതത്തിന്റെ അതിർത്തിയിലുള്ള ഈ മുഗള ഭരണത്തിന്റെ പേർപ്പെട്ട പാരമ്പര്യമുണ്ട് എന്ന് പറയുന്ന നാട്ടിൽ വല്ല സുസ്ഥതയുമുണ്ടോ? ഇന്നത്തെ ഭരണാധികാരി നാളെ കാരാഗൃഹത്തിലാണ്. ഇന്നത്തെ ഭരണാധികാരി ജീവനും കൊണ്ട് അയൽ രാജ്യത്ത് വന്ന് അഭയാർത്ഥിയായിരിക്കുകയാണ്. ജീവന് യാതൊരു സംരക്ഷണമില്ല. ഭരണാധികാരികളെ നശിപ്പിച്ച് ഭരണത്തിന്റെ സുഖങ്ങളിലേക്ക് കയറിപ്പറ്റുന്ന ഭോഗതൽപരരാണ് ഈ മുഗള ഭരണത്തിന്റെ സർവ്വമേഖലയിലും ഉണ്ടായിരുന്നത്. അത് ഇന്നും കാണുന്നു. ഏത് നാട്ടിലാണ് സ്വസ്ഥതയുള്ളത്? ഇവരുള്ള ഏതെങ്കിലും നാട്ടിൽ സ്വസ്ഥതയുണ്ടോ? സ്വസ്ഥതയില്ല. കാരണം അവരുടെ സ്വഭാവമാണ്. അതാണ്. കംസനാണ് പാരമ്പര്യത്തിൽ അവരുടെ നേതാവ്. രണ്ടാമത് വഴിതെറ്റിയ രാജാവ് കംസനാണ്. മൂന്നാമത് വഴിതെറ്റിയ രാജാവ് മഗധാധിപതിയായ ജരാസന്ധൻ, അന്നത്തെ പ്രധാന രാജാവാണ്. ജരാസന്ധൻ ക്ഷത്രിയന്മാർ യുദ്ധം ചെയ്തു കഴിഞ്ഞ രാജാക്കന്മാരെ ചിലപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ രാജാവ് പലായനം ചെയ്യും. പക്ഷേ ജരാസന്ധൻ ഈ രാജാക്കന്മാരെ മുഴുവൻ പിടിച്ച് കെട്ടി കാരാഗൃഹത്തിലിട്ട് ഇവരെയെല്ലാം നരബലി കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ച സ്വേച്ഛാധിപതിയായ ജരാസന്ധനാണ് വഴിതെറ്റിയ മൂന്നാമത്തെ രാജാവ്. നാലാമത്തെ രാജാവ് പ്രാഗ്ജ്യോതിഷം എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായ നരകൻ. നരകൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നരകാസുരൻ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. കാരണം ബാലരമ വായിച്ചതൊക്കെ പഠിച്ചോണ്ടേ നമുക്ക് അതുകൂടി കേൾക്കണം. ആ നരകനെ കുലീനകളായ സ്ത്രീകളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോയ സ്ത്രീലമ്പടനായ ഉപഭോഗത്തിന്റെ ഭോഗതൽപരനായ രാജാവായിരുന്നു നരകൻ. ഇങ്ങനെ നോക്കിയാൽ ശ്രീകൃഷ്ണന് ചെയ്യാനുള്ള പ്രവൃത്തി ഈ നീതിമാർഗം വിട്ട് തന്നിഷ്ടപ്രകാരം രാജ്യം ഭരിക്കുന്ന ഈ രാജാക്കന്മാരെ മുഴുവൻ പൂർണ്ണമായും വേരോടെ പിഴുതു കളഞ്ഞ് അവിടെ ധർമ്മത്തെ സ്ഥാപിക്കണമായിരുന്നു കൃഷ്ണന്. ഇനി രാജഗുരു വഴിതെറ്റി, രാജാക്കന്മാർ വഴിതെറ്റി, ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരുടെ കാര്യം വലിയ കഷ്ടം. സമൂഹത്തിന്റെ യോഗക്ഷേമങ്ങളിൽ താല്പര്യമില്ലാത്ത ബുദ്ധിജീവികൾ വടക്കോട്ട് ഈ വലിയ കണ്ണടയൊക്കെ വെച്ച് അവിടെ തന്നെ പീഡനം നടക്കട്ടെങ്കിൽ ഇവിടെ ദുഃഖാചരണം. ഈ തൊട്ടടുത്ത് നടന്നതൊന്നും അവർ കാണില്ല. അവർക്ക് പ്രത്യേകമായൊരു കണ്ണുണ്ട്. അങ്ങനെയുള്ള സമൂഹത്തിന്റെ യോഗക്ഷേമങ്ങളിൽ താല്പര്യമില്ലാത്ത ബുദ്ധിജീവികൾ, ഭോഗതൽപരരായ ഈ ബുദ്ധിജീവികൾ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സർവ്വതിനോടും ചേർന്നൊട്ടി നിൽക്കുന്നവർ. ഇങ്ങനെ നോക്കിയാൽ ക്ഷത്രിയ കുലം മൊത്തത്തിൽ നശിച്ചു. വേദങ്ങൾ അരുത് എന്ന് പറഞ്ഞ ചൂതുകളി ക്ഷത്രിയന്മാരുടെ പ്രധാന വിനോദമായി. വേദം പഠിച്ചവർ ചൂതുകളിയുടെ മുന്നിൽ കുറിച്ച് ഭസ്മക്കുറിയുമായിട്ട് വന്ന് ആദ്യം ഇരിക്കും. ആദ്യം ഇരുന്ന ആളാ ഭീഷ്മര്. തന്റെ കൊച്ചുമക്കളൊക്കെ ചൂത് കളിച്ച് സ്വയം നശിക്കുന്നത് കാണാൻ കാർന്നോര് വൃദ്ധൻ. പക്ഷേ വേദം പഠിച്ചവനാ, വൈദിക ശാസ്ത്രം അറിയുന്നവനാ, ശ്രീകൃഷ്ണ മഹത്വം അറിഞ്ഞവനാ. പക്ഷെ എന്ത് ചെയ്യാം? അങ്ങനെ ആ കാലത്ത് വേദം പഠിച്ചവൻ പോലും വേദം നിരോധിച്ച, വേദമൊരൊറ്റ ഒന്നിനെ മാത്രമേ നിരോധിച്ചിട്ടുള്ളത്, ചൂതുകളിയാണ്. ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ആ ചൂതുകളി ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ തടയുമായിരുന്നു. അരുതാത്ത ഒന്ന് ചൂതാട്ടമാണ്. ചൂതാട്ടത്തിൽ നമ്മൾ ഇന്നും മോശമൊന്നുമല്ല. ആ ചൂതാട്ടത്തെ അതിന്റെ മുന്നിൽ കുറിയും തൊട്ടിരിക്കുന്ന ഭീഷ്മർ, വിതുരർ, കൃപർ, ദ്രോണർ, സർവമുഖ്യന്മാരും അതിന്റെ മുന്നിൽ. മൊത്തത്തിൽ ശ്രീകൃഷ്ണന് ചെയ്യാനുള്ള പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു? ഇതിനു വേണ്ടി ഇത്രയും സംഘർഷമുള്ള ഒരു സമൂഹത്തിൽ ജീവിച്ച്
ആ സമൂഹത്തെ കൈകാര്യം ചെയ്യേണ്ട ശ്രീകൃഷ്ണൻ. സ്വാഭാവികമായും സംഘർഷങ്ങളുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ സംഘർഷം കൊണ്ട് കരുത്താർജിച്ച ഒരു വ്യക്തിത്വം നേടിയെടുക്കണ്ടേ? അമ്മയുടെയും അച്ഛന്റെയും ഉരുട്ടിത്തരുന്ന ഉരുളയും കഴിച്ച് വീടിന്റെ മുന്നിലേക്ക് വെറുമിട്ട് കയറി ഈ സമൂഹത്തിന്റെ യാതൊരു പ്രശ്നവും അറിയാത്ത ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമ്മൾ വളർത്തുന്ന നമ്മളുടെ ബൊമ്മക്കുട്ടികൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതികൂല സാഹചര്യത്തെ നേരിടാനുള്ള കരുത്തുണ്ടാകുന്നു. കുറെ ബൊമ്മകളെ വളർത്തിയുണ്ടാകും. മണ്ണിലിറങ്ങല്ലേ, അഴുക്കാവും. അയ്യോ ഓടല്ലേ, വീഴും. ഇങ്ങനെ ഇരിക്കല്ലേ, പ്രശ്നം ഉണ്ടാവും. കഴിച്ചില്ലേ, ഇല്ല, 10 നേരം ഊട്ടുകയാണ്. വീട്ടിൽ കുറെ ഭഗവതികളെയും കുടിയിരുത്തിയിട്ടുണ്ട്. സൊമാറ്റോ ഭഗവതി പോലെയുള്ള കുറെ ഭഗവതികൾ. അവയെന്നും പ്രാർത്ഥിക്കുന്ന മക്കൾ, അതിനനുസരിച്ച് ഉറഞ്ഞുതുള്ളുന്ന മാതാപിതാക്കൾ. വേണ്ടതും വേണ്ടാത്തതുമൊക്കെ കുത്തി നിറച്ച് കൊടുത്ത് ഈ ബൊമ്മക്കുട്ടികളെ നാളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പോലും നേരിടാൻ കെൽപ്പില്ലാത്ത കുറെ കുഞ്ഞുങ്ങളെ വളർത്തിയുണ്ടാക്കും. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്യും, ഉറപ്പ്. എന്തെങ്കിലും ഒരു സംഘർഷം നേരിട്ടു, വിഷാദ രോഗം, ഒരു പരീക്ഷയെ പോലും നേരിടാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ. പരീക്ഷ വന്നാൽ എക്സാം ഫിയർ, പുതിയ വാക്കുകളാണ്. ഒരു 4ാം ക്ലാസ്സുകാരി എന്നോട് പറഞ്ഞു, സാറിന് ഞങ്ങളുടെ ടെൻഷൻ അറിയാമെന്നാണ്. അവൾക്കും ടെൻഷൻ. ആ സംഘർഷമുള്ള സമൂഹത്തിൽ ആ സമൂഹത്തെ സംഘടിപ്പിക്കണമെങ്കിൽ തികച്ചും സംഘർഷമുള്ള ജീവിതമായിരിക്കണം. കാരണം കരുത്തുള്ളവനെ എന്തെങ്കിലും മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റൂ, ദുർബലനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ജീവിതം നോക്കൂ. മറ്റുള്ളവരുടെ ജീവിതം പോലെ സുരക്ഷിതമായിരുന്നില്ല കൃഷ്ണന്റെ ജീവിതം. അനിശ്ചിതത്വവും അരക്ഷിതാവസ്ഥയുമായിരുന്നു കൃഷ്ണന്റെ ജീവിതം. ശൈശവം തൊട്ട് ശ്രീകൃഷ്ണന്റെ ജീവിതം അപകടം നിറഞ്ഞതായിരുന്നു. കൊല്ലുവാൻ നിരവധി പേർ ചുറ്റും. നമ്മളൊക്കെയാണെങ്കിൽ ഇന്ന് വീടിന്റെ ഉള്ളിൽ കയറിയിരുന്ന വീട് നല്ല ആമത്താഴിട്ട് പൂട്ടി എന്തൊക്കെ ചെയ്തേനെ, എന്റെ പേര് അവരുടെ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞ ബോധം കെട്ട് വീണ് വലിയ സാമൂഹ്യ പ്രവർത്തകനെയും എനിക്കറിയാം. അതിന്റെ പേരിൽ ചിത്തഭ്രമം വന്നവനുമുണ്ട്. നാളെ നേരിടാൻ പോകുന്ന സമൂഹത്തിൽ ആ സമൂഹത്തെ നേരിടാനും മുന്നിൽ നിന്ന് നയിക്കാനും കെൽപ്പുള്ള, സംഘർഷമുള്ള സമൂഹത്തിൽ ജീവിക്കാൻ കെൽപ്പുള്ള ശ്രീകൃഷ്ണൻ 13 വയസ്സിനുള്ളിൽ ചെയ്ത വിഖ്യാതമായ ചരിത്രം പഠിക്കണം. 13 വയസ്സിനുള്ളിൽ ഡാൻസ് കളിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. വെണ്ണ കട്ടു തിന്നതും നമുക്ക് ഓർമ്മയുണ്ട്. ഓടക്കുഴലൂതി പ്രേമഭാജനമായി കാലികളെ മേച്ച് യാദവന്മാരോടൊപ്പം അങ്ങനെ ആനന്ദ നടനം ചെയ്തതൊക്കെ കഥയായി പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ കൃഷ്ണന്റെ പ്രധാന ശത്രു കൺവെട്ടത്തില്ലായിരുന്നു. അവൻ അരമനയിൽ സുഖമായി ജീവിക്കുകയായിരുന്നു. കൺവെട്ടത്തില്ലാത്ത ശത്രു കൃഷ്ണനെ കൊല്ലുവാൻ നിരവധി പേരെ പറഞ്ഞയച്ചു. ഒന്നാമത്തെയാള് പരിശുദ്ധന്മാർ, പൂതന്മാരെ പോലും വഴിതെറ്റിക്കുന്ന പൂതന, കുട്ടികളെ വഴിതെറ്റിക്കുന്നതിൽ PhD എടുത്തവൾ. അവളാണ് ഇന്ന് നവമാധ്യമങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് പലതും കടത്തിവിടുന്നത്. ആ പൂതന ഒന്നാമത്തെയാള്. പിന്നെ വരിയായി ശകടാസുരൻ, ബദാസുരൻ, പ്രണാവർത്തൻ തുടങ്ങി നിരവധി പേരാണ് വന്നത്. എന്തിനാ വന്നത്? കൊല്ലാന വന്നത്. ആരെ? കൃഷ്ണനെ. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ 13 വയസ്സ് വരെ ശ്രീകൃഷ്ണൻ ചെയ്തതിൽ ധർമ്മ സംസ്ഥാപനമുണ്ട് എന്ന് ദയവ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കരുത്. ശ്രീകൃഷ്ണൻ 13 വയസ്സ് വരെ ചെയ്തുകൊണ്ടിരുന്നത് സ്വയം പ്രതിരോധിക്കലായിരുന്നു. ഭാവിയിൽ ചെയ്യാൻ അതിബൃഹത്തായ കർമ്മങ്ങൾ എനിക്കുണ്ട്. ഭാവിയെ സ്വപ്നം കാണണമെങ്കിൽ വർത്തമാനകാലത്തിൽ എനിക്കെതിരെ വരുന്ന, എന്നെ പ്രലോഭിപ്പിക്കുന്ന, എൻ്റെ അഭിരുചിക്കനുസരിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന പലതും വിരൽത്തുമ്പിലെ വിസ്മയജാലികയിൽ കണ്ട് വീണുപോകാതിരിക്കണമെങ്കിൽ അതിനെയും വിജയിക്കണം. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ 13 വയസ്സ് വരെ ചെയ്ത എല്ലാ പ്രവൃത്തിയും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഐതിഹാസിക പോരാട്ടമാണ്. ധർമ്മ സംസ്ഥാപനം എന്ന് പറയരുത് അതിന്.
സ്വന്തം ജീവൻ സുരക്ഷിതത്വമില്ലാത്തൊരു പിഞ്ചു ബാലകൻ നടത്തിയ ഐതിഹാസിക പോരാട്ടത്തെ കുറിച്ച് കുട്ടികളോട് പറയണം. സംഘർഷമുള്ള ജീവിതത്തിൽ കൃഷ്ണൻ വിജയിച്ചു. അതുകൊണ്ട് 13 വയസ്സ് വരെ സെൽഫ് ഡിഫൻസ് ആയിരുന്നു കൃഷ്ണന്റെ ജീവിതം. സ്വയം പ്രതിരോധിച്ച്, കടന്നാക്രമിച്ച്, കൊല്ലേണ്ടവരെ കൊന്ന് തന്റെ ജീവൻ രക്ഷിച്ചു. വന്ന ഒരാളെയും വെറുതെ വിട്ടില്ല. ഇങ്ങോട്ട് വന്നവനോട് അങ്ങോട്ട്. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ മനോഹരമായ വാണി നാം മറക്കരുത്. ഏ യഥാമാം പ്രപദ്യന്തേ, എങ്ങനെയാണോ ഇങ്ങോട്ട് അങ്ങനെയുള്ളവരോട് താം തഥൈവ ഭജാമ്യഹം, ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ അങ്ങോട്ട്. ഈ കൃഷ്ണനെ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ പറയണം. സംഘർഷങ്ങൾ നേരിട്ട് ജീവിതത്തെ ഒന്നിലും തൊടാതെ വിജയിച്ച കൃഷ്ണൻ. ഈ സംഘർഷമൊക്കെ കണ്ടാൽ, ഒരു സംഘർഷം ഉണ്ടായാൽ, നല്ല ഒരു ഇടിവെട്ട് ആകാശത്തിനുണ്ടായാൽ ബോധം കെട്ട് വീഴുന്ന അമ്മ, 7 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയുള്ള അച്ഛൻ, മക്കളെ വളർത്താൻ കരുത്തുള്ളവരെ. എങ്ങനെ മക്കൾക്ക് കരുത്തുണ്ടാവും? 7 മണി കഴിഞ്ഞ അമ്മ 4 മക്കളോടും പറഞ്ഞിരിക്കട്ടെ, ആർക്കൊക്കെ പേടിയാവുണ്ട്. 4 പേരും കൈ ഉയർത്തി. അപ്പൊ ധീരയായ അമ്മ പറഞ്ഞു, എന്റെ ചുറ്റും നിന്നോ. അമ്മയ്ക്ക് പേടിയാണ്, എന്റെ ചുറ്റും നിന്നോളാൻ. കരുത്തുള്ള അമ്മയ്ക്ക് കരുത്തുള്ള മക്കളുണ്ടാകും, കരുത്തുള്ള അച്ഛനെ കരുത്തുള്ള മക്കളുണ്ടാകും. അതുകൊണ്ട് കരുത്താണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കണേ. സ്വന്തം ജീവിതം അദ്ദേഹം സംരക്ഷിച്ചു. നിഷേധിക്കാൻ പറ്റാത്ത ഒന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. അനിഷേധ്യമായ മുലപ്പാൽ പോലും കുടിക്കാൻ ഭാഗ്യമില്ലാത്തവൻ. ഒരു കൊച്ചു കുഞ്ഞിനെ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒന്ന് സ്വന്തം അമ്മയുടെ മുലപ്പാൽ കുടിക്കുക എന്നതാണ്. അതുപോലും കിട്ടാത്തവൻ. ജാതകർമ്മം കഴിഞ്ഞ ഉടനെ തന്നെ പ്രകൃതി താണ്ഡവമാടിയ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് കുഞ്ഞിന് ജലദോഷം പിടിക്കുമെന്ന് പോലും ചിന്തിക്കാത്ത ഒരച്ഛൻ മകനെയും കൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക്, കുഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ അതൊക്കെ അനുഭവിച്ച കുഞ്ഞ്. എന്തൊക്കെ സംഘർഷം! ഈ സംഘർഷമൊക്കെ ഏറ്റുവാങ്ങി 13-ാം വയസ്സിൽ അക്രൂരൻ വന്നു കൊണ്ടുപോയത് സുഖശീതളിയുടെ രോഗത്തിലേക്കല്ല. കംസൻ നേരത്തെ ഒരുക്കിയ പദ്ധതിയിൽ ചെന്ന് ചാടിയെങ്കിലും വിജയിക്കാൻ കരുത്തുണ്ടായിരുന്നു. കംസനെയും ചാണൂരനെയും മതയാനയെയും ഒക്കെ തന്റെ ഇരുമ്പുലക്ക പോലെയുള്ള കൈകൾ കൊണ്ട് അട്ടിച്ച് തകർത്ത വിജയം കൈവരിച്ച് 13 വയസ്സുകൊണ്ട് അദ്ദേഹം തന്റെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പഠിച്ചു. എന്നിട്ട് 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയി. ഏത് പ്രായത്തില്? ശ്രീകൃഷ്ണൻ ഏത് വയസ്സിലാണ് പഠിക്കാൻ പോയേ? 13-ാമത്തെ വയസ്സിൽ. നമ്മളൊരു 3-3.5 വയസ്സ്, എന്തിന് ജനിക്കണേക്കാളും മുമ്പ് അഡ്മിഷനൊക്കെ എടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ശ്രീകൃഷ്ണൻ പഠിക്കാൻ പോലും പോയത് 13-ാമത്തെ വയസ്സ്. എന്ത് സംഘർഷം! പക്ഷേ ആ സംഘർഷത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ ചെയ്ത 2 ധാർമ്മികമായ പ്രവർത്തികൾ കൂടി മനസ്സിലാക്കണം. അതിലൊന്ന് ശ്രീകൃഷ്ണന്റെ കാളിയമർദ്ദനമാണ്. ഇതുവരെ പറഞ്ഞ കഥയിൽ നിന്ന് ശ്രീകൃഷ്ണന്റെ 13 വയസ്സിനുള്ളിൽ ചെയ്ത 2 പ്രവർത്തികൾ. ഒന്നായ കാളിയമർദ്ദനം, അത് ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിത്വത്തിന് സമൂഹത്തിൽ ഒരു വിശ്വാസം നേടിയെടുത്ത പ്രവൃത്തിയായിരുന്നു. കാളിയമർദ്ദനത്തിൽ ബാക്കി എല്ലാവരും കൃഷ്ണനെ കൊല്ലാൻ വന്നവനാണ്. പക്ഷെ കൃഷ്ണന്റെ ജീവിതത്തിൽ ആദ്യത്തെ കടന്നാക്രമണമാണ് കാളിയനോട്. അതുകൊണ്ട് തന്നെ കാളിയനെ കൊന്നില്ല. മനസ്സിലാക്കണേ. ഒരു കൊതുക് നമ്മളെ കുത്താൻ വന്ന് കയ്യിലിരുന്നു കുത്തി, നമ്മൾ എന്ത് ചെയ്തു? ഒരടിയടിച്ചു, കൊതുക് തീർന്നു. എന്തേ? എന്നെ ആക്രമിക്കാൻ വന്നു, ഞാൻ കൊന്നു. ഓടിക്കൊണ്ടിരിക്കണ പറന്നു പോകുന്ന കൊതുകിന്റെ പിന്നാലെ പോയിട്ട് തല്ലി കൊല്ലോ? അത് വേണ്ട. പക്ഷെ ശ്രീകൃഷ്ണൻ ആദ്യമായി കടന്നാക്രമിച്ചത് കാളിയനെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ കൊന്നില്ല. ശ്രദ്ധിക്കണേ. കാളിയനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവിടെ നിന്ന് ശ്രീകൃഷ്ണൻ മാറ്റി. ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അത്. സമൂഹത്തിനൊരു പ്രശ്നം വരുമ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകനായ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കേണ്ട ഞാൻ സമൂഹം നിവേദനങ്ങളുമായി വരട്ടെ, എന്നിട്ട് കാളിയന്റെ കാര്യം നോക്കാം എന്ന് വിചാരിച്ച ശ്രീകൃഷ്ണൻ ആ മുറിയിൽ അങ്ങ് ചുരുണ്ടുകൂടിയിരുന്നില്ല.
സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, സർവ്വചരാചരങ്ങൾക്കും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ കിട്ടിയ അവസരങ്ങളെ വിനിയോഗിക്കുക? ആ വിനിയോഗമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ശ്രീകൃഷ്ണൻ കിട്ടിയ അവസരത്തെ ഉപയോഗിച്ചു. സമൂഹത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് ആ അവസരത്തെ വിനിയോഗിച്ച് സമൂഹത്തിന്റെ വിശ്വാസം നേടി. സമൂഹത്തിനൊരു വിശ്വാസം വന്നു, ഇവന് സ്വാർത്ഥതയില്ല, ഇവന് പ്രത്യേക അജണ്ടയൊന്നുമില്ല, അവൻ സമൂഹത്തിന്റെ നന്മയെ കരുതി സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് അവൻ ആ പ്രവൃത്തിയിൽ എടുത്തു ചാടിയപ്പോൾ സമൂഹം മുഴുവൻ ശ്രീകൃഷ്ണനെ വിശ്വസിച്ചു. എങ്ങനെയാ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ നേതാവ് രൂപാന്തരപ്പെടുക? നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ സമൂഹം സംശയത്തോടുകൂടി പറയും, അവൻ അടുത്ത വാർഡ് മെമ്പർ ആകാൻ എന്തോ ഒരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നതല്ല. ഒരു പ്രത്യേക അജണ്ടയുടെ പുറത്തല്ല ശ്രീകൃഷ്ണൻ ചെയ്യുന്നത്. സമൂഹത്തിന്റെ മുന്നിൽ സമൂഹത്തിന് ആപത്തായ സർവ്വ സാമൂഹ്യ പ്രശ്നങ്ങളിലും മുൻകൈയെടുത്ത് അതിൽ മുഴുവൻ വിജയം കൈവരിച്ച് സമൂഹത്തിന് മുഴുവൻ വിശ്വാസമാർജിക്കുന്ന ഒരു നല്ല പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രവർത്തകനെ, സമാജ സേവകനെ നമുക്ക് ശ്രീകൃഷ്ണനിലൂടെ കാണാം. അതുകൊണ്ട് സമൂഹം ശ്രീകൃഷ്ണനെ വിശ്വസിച്ചു. അതിന്റെ പരിണിത ഫലമില്ല. പരിണിത ഫലമാണ് രണ്ടാമത്തെ പ്രവൃത്തി, ഗോവർദ്ധനധാരിയായ കൃഷ്ണൻ. എന്തായിരുന്നു ഗോവർദ്ധനധാരിയായ കൃഷ്ണൻ? ഗോവർദ്ധന പൂജ എന്ന് പറയുന്നത് ഒരു ആചാര പരിഷ്കരണമായിരുന്നു. പല ആചാരങ്ങളും കാലം കഴിയുമ്പോൾ ചില പുഴുക്കുത്തുകളേറ്റ് അത് മലിനമാകാറുണ്ട്. അത്തരം ആചാരങ്ങളെ പരിഷ്കരിക്കേണ്ടത് ഒരു സമാജ പ്രവർത്തകന്റെ, സമൂഹത്തിന്റെ മുഴുവൻ വിശ്വാസം ആർജിച്ചവന്റെ കടമയാണ്. ആ പറഞ്ഞ വാക്ക് മറക്കരുത്. സമൂഹത്തിന്റെ മുഴുവൻ വിശ്വാസം ആർജിച്ചവൻ. ഇവന് പ്രത്യേകിച്ച് അജണ്ടയില്ല, അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ആചാരങ്ങളെ പരിഷ്കരിച്ച ഒന്നാമത്തെ പ്രവൃത്തിയാണ് ഗോവർദ്ധനധാരിയായ കൃഷ്ണൻ, ഗോവർദ്ധന പൂജ എന്നുള്ളത്. ആചാരം എന്താണെന്ന് മനസ്സിലാക്കണം. ശാസ്ത്രസമ്മതമുള്ളതാണ് ആചാരം. പൂർവ പ്രപിതാക്കളായ ഋഷിമാർ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചെയ്യൂ, ശാസ്ത്രം എന്നാൽ ശാസനം ചെയ്യപ്പെടുന്നത്, ഇങ്ങനെ ചെയ്യൂ, ഈ വഴി നടക്കൂ, ഇതിലൂടെ പോയാൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യർക്ക് മുന്നോട്ട് പോകാനുള്ള വിധിവിധാനങ്ങളെ മുഴുവൻ നമുക്ക് തന്നതെന്തോ അതാണ് ശാസ്ത്രം. ശാസ്ത്രം എന്നാൽ ശാസനം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ മുന്നോട്ട് പോകൂ, ഇങ്ങനെ ജീവിക്കൂ. ഈ ഉപദേശ സമന്വിതം മുഴുവൻ തന്നത് ആർഷ ഋഷി പരമ്പരയാണ്. അങ്ങനെയുള്ളത് വേദ സമ്മതമായതെന്തോ, ഇങ്ങനെ ചെയ്യുമെന്ന ആർഷവചനമേതോ, പൂർവാചാര്യന്മാരുടെ പ്രപിതാക്കളുടെ തപസ്സിൽ നിന്ന്, ഉപാസനയിൽ നിന്നുണ്ടായ വാക്കുകൾ ഏതോ അതാണ് ആചാരം. അതിന് പ്രമാണമുണ്ടോ? പോരാ. ചില ആചാരങ്ങൾക്ക് വേദങ്ങളിൽ കാണില്ല. ഈ വാക്ക്, ഈ ആചാരം നിങ്ങളുടെ വേദങ്ങളിലുണ്ടോ? ചില ആചാരങ്ങൾ വേദാനുസാരിയാണ്. ആ വാക്ക് മറക്കരുത്. വേദാനുസാരി, വേദത്തെ അനുസരിക്കുന്ന, വേദത്തിന് വിരുദ്ധമല്ലാത്ത ആചാരങ്ങളും വേദമാണ്, വൈദികമാണ്. വേദങ്ങളിൽ നിങ്ങളുടെ അയ്യപ്പനില്ലല്ലോ, ഇല്ല. അയ്യപ്പന്റെ പൂജ വേദാനുസാരിയാണ്, വേദവിരുദ്ധമല്ല. അതുകൊണ്ട് അത് ഈ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. അത് അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടണം. അത് വേദവിരുദ്ധമല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഈ വൈദികമായ ആചരണങ്ങളെ, ആചാരങ്ങളെ ആര് മാറ്റണം? ആചാരങ്ങളെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? അധികാരമുള്ളത് ശാസ്ത്രബോധമുള്ളവനാണ്. ആർക്ക് ശാസ്ത്രബോധമുണ്ടോ അവനാണ് ആചാരത്തെ പറ്റി പറയേണ്ടത്. അല്ലാതെ കണ്ണിക്കണ്ട നാസ്തികൻ വന്ന് ഹൈന്ദവ ആചാരങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കടന്നു പോകാൻ പറയാനുള്ള കരുത്ത സനാതന ധർമ്മികൾക്ക് വേണം. നാസ്തികനാണോ ഹിന്ദു ആചാരങ്ങളെ കുറിച്ച് പറയേണ്ടത്? ഒരു മൈക്ക് കിട്ടുകയും ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യം കൊണ്ട് പവിത്രമായ ഒരിടത്ത് നിന്ന് നാരായണ ഗുരുദേവനോട് കൃതജ്ഞത കാണിച്ച നാസ്തികനല്ല ഷർട്ട് ഇടണോ വേണ്ടേ എന്ന് പറയേണ്ടത്. അത് പറയേണ്ടത് ഉപാസകന്മാരാ, തന്ത്രം പഠിച്ചവരാ, ഭാരതത്തിൽ ആചാര പരമ്പരയാണ്. ആ പരമ്പരയ്ക്ക് പകരമായി നാസ്തികൻ വന്ന് ഈ സനാതന ധർമ്മത്തിന്റെ ആചാരങ്ങളെ കുറിച്ച് പറയാൻ, ശാസ്ത്രബോധമില്ലാത്തവന് പറയാൻ അധികാരമില്ല.
ഈ സത്യം നമ്മുടെ മനസ്സിൽ വേണം. ഏത് ആചരണത്തെയും പരിഷ്കരിക്കാനുള്ള, സ്വയമേവ പരിഷ്കരിക്കാനുള്ള ആന്തരികമായ കരുത്തുണ്ട് സനാതന ധർമ്മത്തിന്. അത് ഇനിയും പരിഷ്കരിക്കും, പല മാറ്റങ്ങളും ഉണ്ടാകും. അടിസ്ഥാനത്തിന് മാറ്റമില്ലാതെ പല പരിഷ്കരണങ്ങളും ഇനിയും ഉണ്ടാകും. അതുണ്ടാകണം. മുന്നോട്ട് പോകുന്ന സമൂഹത്തിന് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യവുമാണ്. പക്ഷേ അബദ്ധങ്ങളെ ഒരിക്കലും ആചാരമായി നമ്മൾ കരുതാറില്ല. അതുകൊണ്ട് അതിന് യോഗ്യരായവർ മാറ്റട്ടെ. എങ്ങനെ മാറ്റണം? ശാസ്ത്രബോധം വേണം. ശ്രീകൃഷ്ണൻ ചെയ്ത പ്രവൃത്തി ശാസ്ത്രബോധത്തിൽ അടിയുറച്ചു നിന്ന് സമൂഹത്തിന്റെ ഉള്ളിൽ ഒരു നേർക്കാഴ്ചയുണ്ടാക്കിയിട്ട് ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പൂജയെ കുറിച്ച് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഈ അവതരിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രീകൃഷ്ണൻ ചെയ്തത് പ്രായോഗിക ജീവിതത്തിലൂടെ തനിക്ക് അനുഭവപ്പെട്ട ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ചരാചരങ്ങളെയും കുറിച്ച് ശ്രീകൃഷ്ണൻ അവരുടെ മുന്നിൽ പറഞ്ഞു. അവരുടെ ഉള്ളിൽ ശാസ്ത്രബോധമുണ്ടാക്കി. ശാസ്ത്രബോധം ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ വന്നാൽ ആചാരങ്ങൾ സ്വയമേവ പരിഷ്കരിക്കപ്പെടും. അതിന് പ്രത്യേകമായ ഒരു കമ്മിറ്റിയോ പ്രസംഗമോ വേണ്ട. സ്വാഭാവികമായ പരിവർത്തനമാണ്. ആന്തരികമായ പരിവർത്തനം ശാസ്ത്രബോധം കൊണ്ടേ പറ്റൂ. ശ്രീകൃഷ്ണൻ അവരുടെ മുന്നിൽ പറഞ്ഞു, ഈ പരിസ്ഥിതിയും പ്രകൃതിയും മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് ശ്രീകൃഷ്ണൻ കാര്യകാരണയുക്തം അവരെ പരിചയപ്പെടുത്തി. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഈ ഗോവർദ്ധനം എന്ന് പറയുന്നത് പ്രകൃതിയാണ്, വൃക്ഷങ്ങളാണ്, ചരാചരങ്ങളാണ്, ചെടികളാണ്, പൂക്കളാണ്, പുലികളാണ്. നമ്മൾ നിസാരമെന്ന് കരുതുന്ന ഒരു ചെറിയ ചെടി തരുന്ന പ്രാണവായു ശ്വസിച്ച് ജീവിക്കുമ്പോൾ അവയ്ക്ക് നിലനിൽപ്പില്ലെങ്കിൽ മനുഷ്യ കുലത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് പ്രകൃതി പൂജനം എന്ന വൈദിക ആശയത്തിന്റെ ശാസ്ത്രബോധം കൊടുത്ത് ഒരു സമൂഹത്തെ പരിവർത്തനം ചെയ്തു കൃഷ്ണൻ. സമൂഹത്തിന്റെ സ്വീകാര്യത നാം മനസ്സിലാക്കണം. നന്ദഗോപൻ കൈയടിച്ചു, ഗ്രാമമുഖ്യന്മാർ കൈയുയർത്തി അതിനെ സപ്പോർട്ട് ചെയ്തു. ടീനേജ് പ്രായത്തിലുള്ള ഒരു കുഞ്ഞാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. സമൂഹം മുഴുവൻ കൈയടിച്ച് സമൂഹം ഒരു ആചാരത്തെ സ്വയം സ്വീകരിച്ചു, ഗോവർദ്ധനത്തെ പൂജിച്ചു. കാരണം കൃഷ്ണൻ അറിയാം, വൈദിക ആശയങ്ങളാണ് കൃഷ്ണൻ മുന്നോട്ട് വെച്ചത്. ഈ പ്രകൃതി സംരക്ഷിക്കപ്പെടണം. പ്രകൃതിയിലെ സർവ്വതും നമ്മുടെ കുടുംബമാണ്. അഥർവവേദ മന്ത്രം പോലെ അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ. ഞാൻ ഈ ഭൂമിയുടെ മകൻ, ഭൂമി എന്റെ അമ്മ. അപ്പോൾ എങ്ങനെ ഈ പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ പറ്റും? ഈ പ്രപഞ്ചത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. എന്തുകൊണ്ട് ചെയ്യില്ല? കാരണം ഈ ഭൂമി, ഈ പ്രകൃതി എന്റെ അമ്മയാണ്. അതുകൊണ്ടാണ് വൈദിക ഋഷി, ആ പരമ്പരയിൽപ്പെട്ട ഋഷി, ഇന്നത്തെ ഭൗമാന്തരീക്ഷത്തിലെ ചൂടിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്നു. രണ്ട് കുട്ടികൾ തമ്മിൽ ശാസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ, രണ്ട് ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ പരസ്പരം കണ്ടാൽ, രണ്ട് പാരിസ്ഥിതിക പ്രവർത്തകർ തമ്മിൽ ഒരുമിച്ച് കണ്ടാൽ, എന്തിന് രണ്ട് വീട്ടമ്മമാർ പോലും ഒരുമിച്ച് കണ്ടാൽ ഭൗമാന്തരീക്ഷത്തിലെ ഈ ചൂടിനെ കുറിച്ചും പരിസ്ഥിതിയിലുള്ള മാറ്റങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന കാലമാണ്. ഈ പ്രകൃതിയുടെ ഈ ചൂട്, ഭൗമാന്തരീക്ഷത്തിലെ ഇന്നുള്ള ഈ വലിയ താപം, ഇതെങ്ങനെ നാം മാറ്റും? മാറ്റാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഈ ഗോവർദ്ധന പൂജ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. കൃഷ്ണൻ പറഞ്ഞ വഴി ഈ പ്രകൃതി നമുക്ക് കുടുംബമാണ്. അതുകൊണ്ടാണ് ഈ പരമ്പരയിൽപ്പെട്ട ഋഷിയുടെ വാക്ക് ഭാരതത്തിന്റെ പ്രകൃതി സങ്കല്പം എന്താ? ആ വാക്കാണ് വൈരാഗ്യ ദശകത്തിലെ അവസാനത്തെ മന്ത്രമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. മാതർ മേദിനി താതമാരുത സഖേ തേജ സുഗന്ധോജല ഭ്രാതർവ്യോമയേന നിബദ്ധ ഏവാം ഭവത അന്ത്യപ്രണാമഞ്ജലി. എന്റെ ഈ ശരീരം ഇതാ ജീവിച്ച് താഴെ വീഴുകയാണ്. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ആരുടെ സഹായം കൊണ്ടാണ്? ആരുടെ സംഘം കൊണ്ടാണ്? പറയാണ്, മാതർമേതിനി, ഈ ഭൂമി എനിക്കമ്മ. താതമാരുത, ഈ കാറ്റുണ്ടല്ലോ എനിക്കച്ഛൻ. സഖേ തേജ, ഈ അഗ്നിയുണ്ടല്ലോ എന്റെ കൂട്ടുകാരനാണ്. സുഗന്ധോ ജല, ഈ എന്റെ ബന്ധുക്കളാണ്. ജലം എന്ന് പറയുന്നത് എന്റെ ബന്ധുക്കളാണ്. ഭ്രാതർവ്യോമ, ഈ ആകാശമാണ് എന്റെ സഹോദരൻ.
എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ മുഴുവൻ സംഘം നിമിത്തം ഞാൻ ആരോഗ്യത്തോടെ ഇവിടെ ജീവിച്ചു. ഞാൻ ജനിച്ചു വീഴുമ്പോൾ ഞാൻ ഓക്സിജനും കൊണ്ട് വന്നതല്ല, നിങ്ങൾ എനിക്ക് തന്നതാണ്. ഞാൻ ജനിച്ചു വീഴുമ്പോൾ ഞാൻ വെള്ളവും കൊണ്ട് വന്നതല്ല, നിങ്ങൾ എനിക്ക് തന്നതാണ്. അതുകൊണ്ട് നിബദ്ധ ഏവാം ഭവതാം ഏവ ഭവതാം അന്ത്യപ്രണാമാഞ്ജലി. ഞാൻ അതുകൊണ്ട് നിങ്ങളോടുള്ള ആ വിശ്വാസം ശ്രീകൃഷ്ണൻ ജീവിതത്തിലുടനീളം നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. 10 മിനിറ്റ് കൂടി ശ്രദ്ധിക്കുക. എന്തൊക്കെ പരിവർത്തനം ചെയ്തു? 10 മിനിറ്റ്. ശ്രീകൃഷ്ണന്റെ ഓരോ പ്രവൃത്തിയും സനാതന മൂല്യങ്ങളെ സംരക്ഷിക്കലായിരുന്നു. സനാതന മൂല്യങ്ങൾക്ക് എവിടെയൊക്കെ ക്ഷയം സംഭവിക്കുമോ അവിടെ ശ്രീകൃഷ്ണൻ ആ മൂല്യത്തെ പുനഃസ്ഥാപിച്ച് ഈ സനാതന ധർമ്മത്തെ നിലനിർത്തും. എല്ലാ മേഖലയിലും കൃഷ്ണന്റെ പ്രവൃത്തി അനാസക്ത ഭാവമാണ്. ശ്രീകൃഷ്ണൻ ഒരിടത്തും സ്വാർത്ഥത കാണിച്ചില്ല. സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സ് ആദ്യം സംസ്കരിക്കപ്പെടണം. ഈ സംസ്കരിക്കപ്പെട്ട മനസ്സുമായി മാത്രമേ സമൂഹവുമായി സംവദിക്കാൻ പറ്റൂ. കാപ്പറ്റ്യമുള്ള മനസ്സോടെ സമൂഹത്തിൽ ആർക്കും പരിവർത്തനം ചെയ്യാൻ പറ്റില്ല. അവൻ എത്ര ബുദ്ധിജീവിയാണെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, എത്ര ഭരണത്തിന്റെ മുഖ്യത്വമുണ്ടെങ്കിലും പരിവർത്തനം സംഭവിപ്പിക്കുന്നത് ശക്തമായ ധാർമ്മികത കൊണ്ടാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ എല്ലാ പ്രവൃത്തികളും ധാർമ്മികമായിരുന്നു. കംസനെ ശ്രീകൃഷ്ണൻ കൊന്നു. അന്നത്തെ സ്ഥിതി അനുസരിച്ച് വേണമെങ്കിൽ ശ്രീകൃഷ്ണന് ആ മധുരാധിപതിയായി സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കാമായിരുന്നു. ശ്രീകൃഷ്ണൻ അത് ചെയ്തില്ല. ഉഗ്രസേന മഹാരാജാവിനെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് സിംഹാസനത്തിലിരുത്തി വെറും കൈയോടുകൂടി ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പോയപ്പോൾ സമൂഹം പറഞ്ഞു, ഇതെന്തൊരു മനുഷ്യൻ, എങ്ങനെ സാധിക്കുന്നു? അന്നത്തെ സമൂഹത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറി ശ്രീകൃഷ്ണൻ നിസ്വാർത്ഥനായപ്പോൾ സമൂഹം കൃഷ്ണന്റെ പുറകിൽ നിന്നു. ശ്രീകൃഷ്ണൻ സഹകരണവും ഉറപ്പുവരുത്തി. പിന്നീട് വന്ന യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ, ഈ മഗധാധിപതിയായ സഹദേവനെ സഹായിക്കാൻ വന്നത് എങ്ങനെ? ശ്രീകൃഷ്ണന്റെ നിസ്വാർത്ഥമായ പ്രവൃത്തി കണ്ട് മഗധയിലെ ജനങ്ങൾ കൈയടിച്ചു. ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊന്നു. നരകാസുരനെ കൊന്നതിന് ശേഷം ശ്രീകൃഷ്ണൻ നരകാസുരന്റെ ആ പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവ് ആകാമായിരുന്നു. കൃഷ്ണൻ അത് ചെയ്തില്ല. മറിച്ച് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയെ സിംഹാസനത്തിൽ ഇരുത്തി വെറും കൈയോടെ ഇറങ്ങിപ്പോന്നപ്പോൾ ശ്രീകൃഷ്ണന്റെ മുന്നിൽ സമൂഹം കൈയും കൂപ്പി നിന്നു. ദ്വാരക ആക്രമിച്ച ശാൽവനെ ശ്രീകൃഷ്ണൻ കൊന്നു. അതിനുശേഷം ആ ശാൽവന്റെ രാജ്യത്തിലെ ഉത്തരാധികാരിയെ ആ സിംഹാസനത്തിൽ ഇരുത്തി പൂപ്പുഞ്ചിരി പൊഴിച്ച് ഭഗവാൻ കൃഷ്ണൻ ഇറങ്ങി നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയിൽ സമൂഹം ആ ധാർമ്മികതയെ കണ്ട് കൈയടിച്ചു. ശ്രീകൃഷ്ണൻ ശിശുപാലനെ കൊന്നു. ഛേദി രാജ്യത്തിലെ രാജാവായ ശിശുപാലനെ മറ്റ് രാജാക്കന്മാരുടെ മുന്നിൽ വെച്ച് വധിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണന് വേണമെങ്കിൽ ഛേദി രാജ്യത്തിലെ രാജാവാകാമായിരുന്നു. ശ്രീകൃഷ്ണൻ ചെയ്തില്ല. ശിശുപാലപുത്രനായ ദൃഷ്ടകേതുവിനെ പിടിച്ച് സിംഹാസനത്തിൽ ഇരുത്തി ശ്രീകൃഷ്ണൻ മാറി നിന്നു. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? രാജസൂയ യാഗം നടത്താൻ പാണ്ഡവന്മാർ നിശ്ചയിച്ചപ്പോൾ യജമാനനാകാൻ തീരുമാനിച്ചത് കൃഷ്ണനെയാണ്. ശ്രീകൃഷ്ണൻ വിനയത്താൽ അതിനെ തിരസ്കരിച്ച് ആ യജ്ഞത്തിലേക്ക് വരുന്നവരെ മുഴുവൻ സ്വീകരിക്കാൻ ഗേറ്റിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് അവരുടെ മുഴുവൻ പാദപ്രക്ഷാളനം, അവരുടെ കാൽ കഴുകുക എന്ന പ്രവൃത്തി ചെയ്തത് കൃഷ്ണനായിരുന്നു. ശ്രീകൃഷ്ണന്റെ പ്രവൃത്തിയുടെ ധാർമ്മികത, അദ്ദേഹത്തിന് ഒന്നിനോടുമുള്ള ആ ആസക്തി, ഒന്നിനോടും ആസക്തിയില്ല, അനാസക്തനാണ് കൃഷ്ണൻ. പോരാ, ഒരു സമൂഹത്തെ നിലനിർത്തുന്നത് ചില സദാചാര മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ നിലനിന്നില്ലെങ്കിൽ സമൂഹം തകർന്നു തരിപ്പണമാവും. അതുകൊണ്ട് സനാതന മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ തന്റെ പെരുമാറ്റം നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. മുതിർന്നവരെ ബഹുമാനിക്കുക, ഇത് സനാതന ധർമ്മത്തിന്റെ ഒരു മൂല്യമാണ്. അത് അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന് അറിയാതെ കുഞ്ഞുങ്ങളിലേക്ക് വരണം. അത് വരുത്തുവാൻ നമ്മുടെ കൈമുതലായുള്ളത് കൃഷ്ണനും രാമനും ഒക്കെയാണ്. അവരുടെ കഥകൾ പറഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ ഈ ഒരു മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാം. ശ്രീകൃഷ്ണന്റെ ജീവിതം നോക്കൂ. ശ്രീകൃഷ്ണൻ എപ്പോഴൊക്കെയാണോ കുന്തി മാതാവിനെ കാണുന്നത് അപ്പോൾ ആ പാദം തൊട്ട് വന്ദിക്കും, ചിലപ്പോൾ സാഷ്ടാംഗവും വന്ദിക്കും.
ശ്രീകൃഷ്ണൻ എപ്പോഴാണ് ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും കാണുന്നത്, ആ സമയത്ത് ശ്രീകൃഷ്ണൻ രണ്ടുപേരുടെയും പാദം വന്ദിക്കും. ശ്രീകൃഷ്ണൻ എപ്പോഴാണോ അച്ഛനെയും അമ്മയെയും എപ്പോൾ കണ്ടുവോ ആ സമയത്ത് സാഷ്ടാംഗം വീഴുമായിരുന്നു. ശ്രീകൃഷ്ണൻ എപ്പോഴാണോ വിദുരരെയും വ്യാസനെയും മറ്റ് മഹർഷീശ്വരന്മാരെയും കാണുന്നത് ആ സമയത്ത് ശ്രീകൃഷ്ണൻ സാഷ്ടാംഗം വന്ദിക്കുമായിരുന്നു. ശരതൽപ്പത്തിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹനെ കാണാൻ പോയ സമയത്ത് ഭീഷ്മരുടെ മുന്നിൽ സാഷ്ടാംഗം വീണ് ശ്രീകൃഷ്ണൻ വന്ദിച്ചിരുന്നു. തന്നെക്കാളും മുതിർന്ന യുധിഷ്ഠിരനെയും ഭീമനെയും കാണുമ്പോൾ പാദം തൊട്ട് വന്ദിച്ചിരുന്നു. തന്റെ അതേ പ്രായക്കാരനായ അർജുനനെ കാണുമ്പോൾ ആലിംഗനം ചെയ്തിരുന്നു. തന്നെക്കാളും പ്രായക്കുറവുള്ള നകുല സഹദേവന്മാരെ കാണുമ്പോൾ പിടിച്ച് മടിയിലിരുത്തി മൂർധാവിൽ ചുംബിക്കുമായിരുന്നു. എന്തൊരു സദാചാര മൂല്യമാണെന്ന്. ശ്രീകൃഷ്ണൻ ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തെ കെട്ടുറപ്പുള്ളതാക്കി നിലനിർത്തുന്ന, നമ്മുടെ ഈ സനാതന ധർമ്മത്തെ നിലനിർത്തുന്ന ചില മര്യാദകൾ സർവരും ജീവിതത്തിൽ പാലിക്കണം. അത് ജീവിതത്തിന്റെ ഏത് നിലവാരത്തിലെത്തിയാലും, നിങ്ങൾക്ക് എത്ര കോടി ശമ്പളം ഉണ്ടെങ്കിലും, അമ്മയ്ക്കും അച്ഛനും ഞാൻ മകളും മകനുമാണ്, എൻ്റെ ജ്യേഷ്ഠന് ഞാൻ കനീയനായ അനുജനാണ്, ഈ സമൂഹത്തിൽ ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ സംരക്ഷിക്കണം, ഈ സദാചാര മൂല്യങ്ങളെ ഞാൻ നിലനിർത്തണം. ആ നിലനിർത്തുന്നവനെ പറയുന്ന പേരാണ് മര്യാദക്കാരൻ. ആ മര്യാദ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൃഷ്ണകഥ പറയണ്ടേ? പോരാ, ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ എപ്പോഴും സംരക്ഷിച്ച ഒന്നുണ്ട്, ദേവകാര്യം, ദേവയജ്ഞം. നാമം ജപിക്കാത്ത ഒരു കൃഷ്ണനെ നമുക്ക് കാണാൻ സാധ്യമല്ല. കുട്ടിക്കാലം മുതൽ ശ്രീകൃഷ്ണൻ ശിവസ്തോത്രം ചൊല്ലും, ദുർഗാസ്തോത്രം ചൊല്ലും. ശ്രീകൃഷ്ണൻ എപ്പോഴും സൂര്യോപാസന ചെയ്യും. ശ്രീകൃഷ്ണൻ എപ്പോഴും സന്ധ്യാവന്ദനം ചെയ്യും. നാമജപം ജീവിതത്തിൽ മുടക്കാത്ത വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ. വ്യാസൻ മത്സരിക്കുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ ആ സൂര്യോപാസനയെ, സന്ധ്യാവന്ദനത്തെ, നാമജപത്തെ കുറിച്ച് പറയാൻ. ദൂതിന് പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ മൃഗസ്ഥലത്ത് താമസിച്ച് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് സൂര്യോപാസനയും അഗ്നിക്രിയകളും ഒക്കെ ചെയ്യുന്ന കൃഷ്ണനെ വ്യാസൻ വർണ്ണിക്കുന്നുണ്ട്. ശരതൽപ്പത്തിൽ കിടക്കുന്ന ഭീഷ്മരെ കാണിക്കാം, സംസാരിപ്പിക്കാം എന്ന് പറഞ്ഞ് പാണ്ഡവന്മാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ പോകുന്ന അന്ന് കൃഷ്ണൻ നാമം ജപിക്കുന്നത് കണ്ടുകൊണ്ട് യുധിഷ്ഠിരൻ വരുന്ന രംഗമുണ്ട്. ശ്രീകൃഷ്ണന് നാമം ജപിക്കേണ്ട വല്ല കാര്യവും. എന്നിട്ടും എന്തേ ചെയ്തേ? നമുക്കിത്തിരി പത്രാസും കുറച്ച് പണവും 4 വാഹനങ്ങളും കുറച്ച് പ്രൊഫഷണൽ ഡിഗ്രികളും വന്ന ഭഗവാൻ വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ള ഒരു കാപ്പറ്റ്യം, പൊങ്ങച്ചം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയോ വന്നു ചേർന്നു. ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് ഇത് ചെയ്തു? ഭഗവത്ഗീത എന്ന് പറയുന്ന 700 ശ്ലോകങ്ങളും 2800 വരികളുമുള്ള ഒരു ഗ്രന്ഥം ജനിക്കുന്നതിന് മുൻപ്, ജനിച്ചതിന് ശേഷവും തന്റെ ജീവിതത്തിലൂടെ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയ വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ. ഭഗവത്ഗീതയുടെ ഏറ്റവും നല്ല വ്യാഖ്യാനം ശ്രീകൃഷ്ണന്റെ ജീവിതമാണ്. ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ എന്തു പറയാൻ ആഗ്രഹിച്ചുവോ ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിലൂടെ ചെയ്ത് കാണിച്ചു. ശ്രീകൃഷ്ണൻ സാഖ്യനെ കുറിച്ച് പറഞ്ഞു, കൃഷ്ണൻ സാഖ്യ ദർശനം ജീവിതത്തിൽ കാണിച്ചു. ആരാണ് സാഖ്യൻ എന്ന്. ശ്രീകൃഷ്ണൻ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറഞ്ഞു. ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ സ്ഥിതപ്രജ്ഞത്വം എന്താണ് എന്ന് നല്ല പോലെ കാണിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണൻ ഭക്തനെ കുറിച്ച് പറഞ്ഞു. ശ്രീകൃഷ്ണൻ കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞു. കർമ്മം കുശലതയോടെ ചെയ്യുവാൻ ആ കർമ്മയോഗത്തെ ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണൻ അനാസക്തനെ കുറിച്ച് പറഞ്ഞു. കൃഷ്ണൻ ജീവിതത്തിന് അനാസക്തം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണൻ തിതിക്ഷയെ കുറിച്ച് പറഞ്ഞു. സുഖ സാഹചര്യത്തിലും ദുഃഖ സാഹചര്യത്തിലും എങ്ങനെ ജീവിതത്തെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കൊടുത്തു. അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. നോക്കൂ, എന്ത് പറഞ്ഞുവോ അത് ചെയ്യുക, അത് സമൂഹത്തിന്റെ മുന്നിൽ മാതൃകയാകുക എന്നതാണ് കൃഷ്ണന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു വെച്ചത് യദ്യഥാ ചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോചന
സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. ലോകത്തിലുള്ളവർ അത് അനുവർത്തിക്കും. ഏത്? ശ്രേഷ്ഠ പുരുഷന്മാർ ജീവിതത്തിൽ ചെയ്യുന്ന മൂല്യങ്ങൾ, പ്രവൃത്തികൾ എല്ലാവരും അനുകരിക്കും ശ്രേഷ്ഠന്മാരുടെ വാക്കുകളെ. യദ്യത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠന്മാർ യാതൊന്ന് ആചരിക്കുന്നുവോ സയത് പ്രമാണം. ഇതാണ് സമൂഹത്തിന് പ്രമാണം. ആരാ ശ്രേഷ്ഠന്മാർ? അമ്മ, അച്ഛൻ. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ വ്യവഹാരം, സമൂഹത്തിലും വീട്ടിലുമുള്ള നമ്മുടെ നിലനിൽപ്പ്, ഇതെല്ലാം കുട്ടികൾ അനുകരിക്കും എന്നുള്ളത് കൊണ്ട് ആ ശ്രേഷ്ഠ പുരുഷന്മാരായ അച്ഛനമ്മമാർ ജീവിതത്തിൽ ഇത്തരം ആചരണങ്ങളെ സംരക്ഷിക്കണം. ദേവകാര്യം മുടക്കരുത്. ശ്രീകൃഷ്ണൻ മുടക്കിയിട്ടില്ല, ശ്രീരാമൻ മുടക്കിയിട്ടില്ല. ഇവരെല്ലാവരും ജീവിതത്തിൽ നാമജപം, എന്ത് തിരക്കുണ്ടെങ്കിലും കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന 14 വർഷവും ശ്രീരാമൻ സന്ധ്യാവന്ദനം, 2 സന്ധ്യകളിലുമുള്ള വന്ദനം മുടക്കിയിട്ടില്ല. ലക്ഷ്മണനോട് പറയുന്ന രംഗങ്ങളുണ്ട്. നിശാദേവത വന്നണഞ്ഞു, പകലോൻ പോയി മറഞ്ഞു. ലക്ഷ്മണ, നമുക്ക് സന്ധ്യാവന്ദനങ്ങൾ ചെയ്യല്ലേ. പകലോൻ എന്ന ആ വിവസ്വാൻ സൂര്യഭഗവാൻ പോയി, സന്ധ്യാദേവി നിശാദേവത വന്നണഞ്ഞു, നമുക്ക് നാമം ജപിക്കുകയല്ലേ. എന്താ രാമൻ പഠിപ്പിക്കുന്നേ? എന്താ കൃഷ്ണൻ പഠിപ്പിക്കുന്നേ? ദേവബലം മനുഷ്യബലത്തെക്കാൾ വലുതാണ്. മനുഷ്യബലത്തെക്കാൾ വലുതാണ് ദേവബലം. മനുഷ്യന് എത്രത്തോളം കരുത്തുണ്ട്, സ്ഥാനമാനമുണ്ട്, സമ്പത്തുണ്ട്, എന്തുണ്ടെങ്കിലും അത് അനുഭവിക്കണമെങ്കിൽ ഒരു ദേവബലം കൂടെ വേണം. ആ ദേവന് നിങ്ങൾ എന്ത് പേരിട്ടോളൂ, എക്സ് എന്നോ വൈ എന്നോ പേരിട്ടോളൂ, പ്രശ്നമില്ല. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തുന്ന ആ ശക്തി വിശേഷണത്തെ എന്ത് പേരിട്ടാലും പ്രശ്നമില്ല. ആ ദേവബലമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. പഠിക്കാനിരുന്ന ഒരു കുഞ്ഞ് പഠിച്ച ആ ചോദ്യങ്ങളുടെ ഉത്തരം ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന മാത്രയിൽ ആ കുഞ്ഞിന്റെ മനസ്സിൽ അത് വരണമെങ്കിൽ ദൈവബലം, ദൈവത്തിന് അനുഗ്രഹം വേണം. നിങ്ങൾ ഏത് ബിസിനസ് നടത്തിക്കൊള്ളൂ, ആ ബിസിനസ് നിങ്ങൾ വിജയിക്കണമെങ്കിൽ ദൈവബലം കൂടെ വേണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നാമജപത്തെ മുടക്കരുതേ എന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണനാണ്. പറയുക മാത്രമല്ല, അർജുനനെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് പറഞ്ഞു, അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അർജുന, അധിഷ്ഠാനം, കർത്ത, അതിനുള്ള മുഴുവൻ സാമഗ്രികളും നിന്റെ കൂടെ ഉണ്ടാകാം. കരണങ്ങൾ ഉണ്ടാകാം, നിനക്ക് അതിനു വേണ്ടിയിട്ടുള്ള സർവ്വ നിൽപ്പുതറകളും ഉണ്ടാകാം. പക്ഷെ നീ ആ ബിസിനസ്സിൽ വിജയിക്കണോ? വേണമെങ്കിൽ ദൈവം ചൈവാത്ര പഞ്ചമം. ഈ പരീക്ഷയിൽ വിജയിക്കണമോ? ദൈവബലം കൂടെ വേണം. അതുകൊണ്ട് നാമം ജപിക്കൂ. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോകുന്ന സമയത്ത് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഈ യുദ്ധത്തിൽ നിനക്ക് വിജയിക്കണമോ? വിജയിക്കണം എങ്കിലൊരു കാര്യം ചെയ്യൂ അർജുന, നീ ദുർഗാശതി ഉദീരണം ചെയ്യൂ. സർവ ദുർഗമങ്ങളിൽ നിന്നും സർവ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ജഗദംബികയെ, ദുർഗാ ഭഗവതിയെ ഭജിക്കൂ അർജുന എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ തേർത്തട്ടിൽ നിന്ന് ഇറങ്ങി ദുർഗാശതി 13 ശ്ലോകങ്ങളുള്ള ദുർഗാശതി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പൂപുഞ്ചിരി പൊഴിച്ച് ചെറുമന്ദഹാസത്തോടു കൂടി പറഞ്ഞു, നീ പരീക്ഷയിൽ വിജയിക്കും അർജുന. എന്തുകൊണ്ട്? ദൈവബലമുണ്ട് നിന്റെ കൂടെ. ശ്രീകൃഷ്ണൻ ജയദ്രഥനെ ഞാൻ കൊല്ലുമെന്ന ആ വാക്ക് കേട്ടു. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ജയദ്രഥനെ ഞാൻ കൊല്ലും, എന്റെ മകനായ അഭിമന്യുവിനെ ചതിച്ചു കൊന്ന ആ ക്രൂരനെ ഞാൻ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. കൗരവന്മാർ ആഹ്ലാദത്തിൽ മയിലാടുന്നു കൗതുകാൽ എന്ന് പറയുന്നത് പോലെ അവരെന്ന് ആഹ്ലാദം കൊണ്ടു. പാണ്ഡവന്മാർ വല്ലാതെ വിഷമിച്ചു. ശ്രീകൃഷ്ണൻ ഇതറിഞ്ഞ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നാളെ നിനക്ക് വിജയിക്കണം അർജുന. വേണം എങ്കിലൊരു കാര്യം ചെയ്യൂ, ആയുധങ്ങൾ എടുക്കൂ, നമുക്ക് ശിവപൂജ ചെയ്യാം. ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കാണ് മഹാഭാരതത്തിൽ, നമുക്ക് ശിവപൂജ ചെയ്യാം. ആയുധങ്ങളെല്ലാം ഒരു ചുവന്ന പട്ടു വിരിച്ച് അതിന്റെ മുകളിൽ വെച്ച് പൂജയ്ക്കുള്ള ദ്രവ്യങ്ങളെല്ലാം ഒരുക്കി
സാക്ഷാൽ പരമശിവനെ, ആ ജലന്ധരനാഥനെ, ആ ത്രയംബകേശ്വരനെ, ആ മഹാകാലകാലനെ, നീലകണ്ഠനെ, വിശ്വനാഥനെ, ആ മഹാരുദ്രനെ, ആ പശുപതിനാഥനെ, ശ്രീരുദ്രനെ, ആ മഞ്ജുനാഥേശ്വരനെ വിളിച്ചാവാഹിച്ചു വരുത്തി മന്ത്രങ്ങൾ കൊണ്ട് ആ ത്രയംബക പൂജ ചെയ്ത് അവസാനം ആ പൂജയുടെ സർവസിദ്ധികളും ലഭിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കൃഷ്ണൻ അർജുനനോട് പറയുന്ന വാക്കുണ്ട്, അർജുന, നാളെ നീ വിജയിക്കും, ദൈവബലം നമ്മുടെ കൂടെയാണ്. ശ്രീകൃഷ്ണൻ ഈ 2 അവസരത്തിലും അർജുനനോട് പറയാമായിരുന്നില്ലേ, ഞാൻ ഉണ്ടടാ നിന്റെ കൂടെ, അടിച്ചോ എന്ന് പറയാമായിരുന്നില്ലേ? നീ നാമം ചൊല്ലിയാൽ നീ വിജയിക്കും. അമ്മ നാമം ചൊല്ലിയാൽ കുഞ്ഞിനൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ ഭക്ഷണം കഴിച്ചാൽ കുഞ്ഞിന്റെ വിശപ്പ് മാറും. ശ്രീകൃഷ്ണന്റെ ഈ ബഹുമുഖങ്ങളായ കർമ്മങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ മഹാഭാരതത്തിന്റെ സഹായത്തോടെ, ഭാഗവതത്തിന്റെ സഹായത്തോടെ, ബ്രഹ്മവൈവർത്തകം എന്ന ഗ്രന്ഥത്തിന്റെ സഹായത്തോടെ, ഹരിവംശത്തിന്റെ ഒരു അകമ്പടിയോടുകൂടി നമ്മൾ ശ്രീകൃഷ്ണനെ ഈ 4 ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കണം. അല്ലാതെ ബാലരമയും ബാലമംഗളവും പൂമ്പാറ്റയും അമർചിത്രകഥയും സിനിമയും സീരിയലും ബാലയും നാടകവും കുട്ടിക്കവിതകളും കഥകളും ഒക്കെ കേട്ട് ഞാൻ കൃഷ്ണനെ പഠിച്ചു എന്ന് ദയവ് ചെയ്ത്, അതൊക്കെ നല്ലതാ, കുട്ടിക്കാലത്ത് ഇതൊക്കെ വേണം. പക്ഷെ ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിനപ്പുറത്ത് കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ആശയങ്ങൾ വേണ്ടേ? ഒരു 10ാം ക്ലാസ് പാസ്സാവണ്ടേ? ഒരു +2 കഴിയണ്ടേ? ഒരു ബിരുദം വേണ്ടേ? അതിനൊരു ഡിഗ്രി വേണ്ടേ? അതിനൊരു ട്രെയിനിങ് വേണ്ടേ? അതിന് ശ്രീകൃഷ്ണനെ നല്ലപോലെ നാം പഠിക്കുക. 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന മഹാനുഭാവൻ 100ാമത്തെ വയസ്സിൽ തന്റെ ദേഹത്യാഗം ചെയ്ത് ഈ ലോകത്തു നിന്ന് മാറുന്നത് വരെ ചെയ്ത അവതാര ലീലകളെല്ലാം അത്ഭുതകരമാണ്, പ്രേരണാദായകമാണ്. അതുകൊണ്ടാണ് കവി വചനം പറയുന്നത് പോലെ, കൽത്തുറുങ്കിലകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാട്ടാർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാമുഖനാഥനൻ ചെയ്ത കാര്യങ്ങൾ സകലതും ജഗന്മോഹന മോഹനം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ജഗന്മോഹനമായ പ്രവർത്തികളാണ് കൽത്തുറുങ്കിലകത്ത് ജനിച്ച കാലം മുതൽ 100ാം വയസ്സിൽ തന്റെ ശരീരത്തിൽ നിന്ന് പ്രാണനെ ത്യജിച്ച് സമാധിസ്ഥനാകുന്നത് വരെ ആ യോഗ മോഹന ഭാവങ്ങളുള്ള ആ ജഗത് പുരുഷൻ, അവ്യയ പരമാത്മരൂപമായിട്ടുള്ള ആ യോഗാരൂഢൻ, ആ സാക്ഷാൽ ജഗത് പ്രഭുവായ ഗുരുവര്യൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന മാർഗങ്ങളെ നാം മനസ്സിലാക്കുക. അല്ലാതെ വേടന്റെ അമ്പേറ്റ് കൃഷ്ണൻ മരിച്ചു എന്ന് ദയവ് ചെയ്ത് പറയരുത്. ദയവ് ചെയ്ത് മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണന്റെ സമാധി വായിച്ചെടുക്കണം. ജര എന്നത് ശരീരം, ജരാനരകളേറ്റ് വാർദ്ധക്യം സർവർക്കും വരും, കൃഷ്ണനും വന്നു. ശ്രീകൃഷ്ണൻ അനാസക്തനാണെന്ന് തെളിയിക്കുന്ന ഭാഗം നാം അവസാനത്തിൽ, ശ്രീകൃഷ്ണൻ തന്റെ കർമ്മ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. കൊല്ലേണ്ടവരെ കൊന്ന്, നിലനിർത്തേണ്ടവരെ നിലനിർത്തി, യാത്ര ചെയ്ത് പ്രഭാസ തീർത്ഥത്തിൽ പോയിരിക്കുന്ന തന്റെ ജ്യേഷ്ഠനായ ബലരാമനെയും കണ്ട് ബലരാമനോട് കാര്യങ്ങൾ പറഞ്ഞു. യാദവകുലം കുടിച്ചു കൂത്താടി നശിച്ചു. നശിക്കാത്ത ചിലതിനെ ഞാനും നശിപ്പിച്ചു. നശിപ്പിച്ചതിന്റെ കാരണം കാവി വസ്ത്രത്തെ അവഹേളിച്ചത് കൊണ്ടാണ് കേട്ടോ. ആരെ കൊന്നു എന്നൊക്കെ വായിച്ചു പഠിക്കുക. യജ്ഞ സംസ്കൃതിയെ, കാവി വസ്ത്രധാരികളെ അവഹേളിക്കുവാൻ വേണ്ടി മകനായ സാമ്പൻ തുനിഞ്ഞപ്പോൾ വിശ്വാമിത്രനെയും അതുപോലെയുള്ള സന്യാസി വര്യന്മാരെ കളിയാക്കാൻ പെൺവേഷം കെട്ടി അവരുടെ മുന്നിൽ നിറഞ്ഞാടിയപ്പോൾ കാവി വസ്ത്രത്തെ അവഹേളിക്കുന്നവൻ സ്വന്തം പുത്രനാണെങ്കിൽ പോലും വധിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു കൃഷ്ണന്. കാവി വസ്ത്രം ഈ ഭാരതത്തിന്റെ മണ്ണിന്റെ നിറമാണ്. അത് ഈ മണ്ണാണ്, സനാതന സംസ്കൃതിയാണ്. അതിനെ ആരാണോ ചോദ്യം ചെയ്യുന്നത് അവനെ കൊല്ലാൻ കൃഷ്ണൻ ഒരു മടിയുമില്ല. അതുകൊണ്ടാണ് ഘടോത്കജനെ കർണൻ കൊന്നു എന്ന് കേട്ടപ്പോൾ പാണ്ഡവന്മാരെല്ലാം കരഞ്ഞൊട്ടി താഴെ ഇരുന്നപ്പോൾ കൃഷ്ണൻ പൂപുഞ്ചിരി പൊഴിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. ഇതിനെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നുണ്ട്. ആ ഘടോത്കജനില്ലേ, ഭീമന്റെ പുത്രനാണെങ്കിലും അവന്റെ അസുരഭാവം കൊണ്ട് യജ്ഞങ്ങളും യാഗങ്ങളും അവൻ നിരവധിയാ മുടക്കിയിട്ടുള്ളത്.
സന്യാസി വര്യന്മാർ അവൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. കർണൻ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു അവനെ. കാഷായ വസ്ത്രത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ശ്രീകൃഷ്ണൻ അവരെ ഭൂമുഖത്ത് വെച്ചിരുന്നില്ല. കാഷായ വസ്ത്രം ഈ ഭാരതത്തിന്റെ സനാതന സംസ്കൃതിയുടെ നിലനിൽപ്പിന്റെ ആത്മാവാണ്. ആ കാഷായത്തെ സംരക്ഷിക്കണം, സനാതന ധർമ്മത്തെ സംരക്ഷിക്കണം. അതെല്ലാം ചെയ്ത് ജ്യേഷ്ഠനോട് കാര്യം പറഞ്ഞ് സാക്ഷാൽ ബലരാമൻ ജീവിതം ആ യോഗ സാധന കൊണ്ട്, സമാധി കൊണ്ട് അദ്ദേഹം യാത്രയായപ്പോൾ സ്വന്തം ശരീരം നിരന്ന് കിടക്കുന്ന നിരപ്പിൽ നിവർന്ന് കിടന്നു. ഈ സമയത്താണ് ഒരു വേടൻ ശ്രീകൃഷ്ണന്റെ പെരുവിരലിലേക്ക് ഒരു അസ്ത്രം എയ്തു. ആ അസ്ത്രം കാലിൽ തുളഞ്ഞു കയറി. താൻ അസ്ത്രമെയ്തത് ശ്രീകൃഷ്ണനെയാണെന്നറിഞ്ഞ ആ വേടൻ വാവിട്ട് കരഞ്ഞു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പൊക്കോളൂ. കേവലം ഒരു അസ്ത്രം ശരീരത്തിൽ കൊണ്ടാൽ മരണപ്പെടില്ല കൃഷ്ണൻ. അങ്ങനെയായിരുന്നെങ്കിൽ 45 ലക്ഷം പേരുടെ മരണത്തിന് ഉത്തരവാദിയായ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ സാരഥിയുടെ നെഞ്ചിലേക്കും ശരീരത്തിൽ അവയവങ്ങളിലേക്കും എത്ര അസ്ത്രങ്ങളാണ് വന്ന് തറച്ചത്. ശ്രീകൃഷ്ണൻ മരണപ്പെട്ടോ? എത്രയെത്ര അസ്ത്രങ്ങളെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ച ശ്രീകൃഷ്ണന് ഒരു അസ്ത്രമേറ്റാൽ മരണപ്പെടുന്നവനാണോ? അസ്ത്രമേറ്റു. ആ വേടന്റെ പേര് ജര എന്നാണെങ്കിൽ ആ ജരയെ നമ്മൾ ഒന്നുകൂടി വായിക്കണം. 100 വയസ്സ് പൂർത്തീകരിച്ച് വേടനേറ്റ ആ അമ്പ് വലിച്ചൂരിക്കളഞ്ഞ് ശ്രീകൃഷ്ണൻ മലർന്നു കിടന്ന് യോഗ സാധന കൊണ്ട് ആ ജരബാധിച്ച ശരീരത്തെ തന്റെ കർമ്മങ്ങളെല്ലാം അവസാനിപ്പിച്ച് യോഗ സാധന കൊണ്ട് തന്റെ പ്രാണനെ മാറ്റി ഈ ജലബാധിച്ച ശരീരത്തെ ഉപേക്ഷിച്ച യോഗ സാധനയുടെ പരമകാഷ്ഠയിലെത്തിയ ആ യോഗീവര്യന് സ്വന്തം ശരീരം ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണൻ ഈ ലോകത്ത് നിന്ന് തന്റെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് യാത്രയായി. വേടന്റെ അമ്പേറ്റു മരിച്ചവനല്ല, യോഗ സാധന കൊണ്ട് ശരീരത്തെ ത്യജിച്ച ശ്രീകൃഷ്ണൻ. ശ്രീരാമചന്ദ്രൻ സരയൂ നദിയിൽ മുങ്ങി മരിച്ചവനല്ല, യോഗ സാധന കൊണ്ട് തന്റെ ശരീരത്തെ ഉപേക്ഷിച്ച ആ യോഗി വര്യൻ, ആ ഋഷിമണ്ഡലത്തിലെ പ്രധാനിയായ ശ്രീരാമചന്ദ്രൻ. ഋഷിഭിസ്തുല്യം എന്ന് രാമൻ പറയുന്നുണ്ട്. വിമലം ധർമ്മമാസ്ഥിതം, വിമലമായ ധർമ്മത്തെ ചെയ്യുവാൻ വേണ്ടി ഋഷിയായി വന്നവനാ ഞാൻ. ആ ഋഷിയാണ് തന്റെ ശരീരത്തെ ത്യജിച്ചത്. ഇതാ കൃഷ്ണനും ചെയ്തത്. അല്ലാതെ വേടന്റെ അമ്പേറ്റ് ഒരു അമ്പ് കൊണ്ട് മരിച്ചവനൊന്നുമല്ല നമ്മുടെ കൃഷ്ണൻ. ആ കൃഷ്ണനെ വേണ്ട വിധത്തിൽ മക്കളോട് പറഞ്ഞ് പഠിപ്പിച്ച് ശ്രീകൃഷ്ണൻ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രേരണാ സ്രോതസ്സും ആദർശ വ്യക്തിത്വവുമാണ് എന്ന് മക്കളോട് മഹാഭാരതം പഠിച്ച്, ശേഷം ഭാഗവതം പഠിച്ച്, ശേഷം ഹരിവംശം പഠിച്ച്, ശേഷം ബ്രഹ്മവൈവർത്തകം പഠിച്ച് നമുക്ക് വേണ്ട വിധത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനും സ്വയം മനസ്സിലാക്കാനും ആ കൃഷ്ണനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ സതീഷിന്